പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗപരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസഫ് സാമുവേൽ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് സാമുവേൽ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളും. പ്രൈസ് ലോർഡ് പാസ്റ്റേ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങൾ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ജോസഫ് സാമുവൽ എന്നാണ്. ഞാൻ കുടുംബസ്ഥനാണ്. എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് ജോസഫ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൾ സാറ ജോസഫ്, ഇളയ മകൾ ഷാരോൺ ജോസഫ്. ഞങ്ങൾ കുടുംബവുമായിട്ട് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത് കോതമംഗലത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുട്ടത്തുപാറ ലോക്കൽ സഭയിൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട് ഈ ദിവസം ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു കഴിഞ്ഞ 4 മാസങ്ങളായിട്ട്. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കർത്താവിൻ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായുള്ള സമയം വേർതിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ അരോമ ടിവി പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇതിന്റെ നടത്തിപ്പുകാരനായി കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്റെ സ്നേഹിതൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, ഗുജറാത്ത്, തന്റെ കുടുംബം, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിത ശുശ്രൂഷയുടെ പങ്കാളിത്തം വഹിപ്പാനൊക്കെ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അരോമ ടിവി അനേക പ്രിയമുള്ളവർക്ക് പ്രചോദനവും ജീവിതാനുഭവങ്ങളെ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുന്ന ജീവിതത്തിന് ഒരു വിടുതലും ആശ്വാസമായി തീരുന്നു എന്നുള്ളത് ഞങ്ങളുടെ അനുഭവങ്ങൾ കൂടെ ഞങ്ങൾക്കും പറയുവാൻ കഴിയും. അപ്പോൾ തന്നെ പലരും ഇതിൻ്റെതായ അനുഭവസ്ഥര് ഞങ്ങളോട് ഇത് പങ്കുവെക്കാറുണ്ട്. എൻ്റെ ദാസിന്റെ കുടുംബത്തിന്റെ ഈ പ്രവർത്തനത്തിനായിട്ട് നന്ദി പറയുന്നു. അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് പകലും എനിക്ക് ഈ അരോമ ടിവിയുടെ കുടുംബത്തോടൊപ്പം പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് ഒരു പ്രചോദനമേകത്തക്ക രീതിയിൽ കർത്താവിനാൽ ഈ പകലില് ഈ സമയം അങ്ങ് നിയോഗിക്കപ്പെട്ടു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ എൻ്റെ പേര് ഓർപ്പിച്ചല്ലോ. ആവർത്തന വിരസത ഉണ്ടാകാതെ മുൻപോട്ടുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് തന്നതായ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. എൻ്റെ മാതാവ് പിതാവ് പെന്തക്കോസ്ത് പശ്ചാത്തലമാണ്. പെന്തക്കോസ്ത് പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അവരുടെ പിതാക്കളും മാതാക്കളൊക്കെ പെന്തക്കോസ്തിന്റെ അനുഭവസ്ഥരായിരുന്നു. എൻ്റെ അമ്മയുടെ വല്യപ്പച്ചൻ തന്നെ പെന്തക്കോസ്തിന്റെ അനുഭവമായിരുന്നു. പെന്തക്കോസ്തിന്റെ ഉപദേശിയായിരുന്നു. വേർപാട് പശ്ചാത്തലം ആദ്യകാലങ്ങളിൽ. എൻ്റെ പിതാവിന്റെ അപ്പച്ചനും ഫാദറും പെന്തക്കോസ്ത് വേർപാട് പശ്ചാത്തലത്തിലായിരുന്നു. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിലാണ് എൻ്റെ ജനനം നടക്കുവാനിടയായത്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ചെറുപ്രായത്തിന് ഇന്നത്തെ സൗകര്യമല്ല അന്നത്തെ സൗകര്യം. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ട കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ആദ്യമായി വരുന്നത്. ഞാൻ ജനിച്ചു വീണ സമയം പാളയിൽ കിടത്തിയതായ സാഹചര്യം, അതൊരു കാലത്ത് നമ്മുടെ പിതാക്കന്മാരെ ഈ എൻ്റെ പ്രായത്തിൽ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളതായ, ഞങ്ങളുടെ കുടുംബമായിട്ട് ഏറ്റവും ബന്ധവും സ്നേഹമുള്ളതായ ഒരു പിതാവ്, സുവിശേഷകൻ, അദ്ദേഹം എന്നെ കാണാൻ വന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എൻ്റെ കൈയുടെ വിരൽത്തുമ്പിൽ പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ കർത്താവിന്റെ വേലയ്ക്കുള്ള ഒരു പൈതലാണ്. എൻ്റെ അമ്മ പറഞ്ഞ ഓർമ്മയാണ്. ഇന്നും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു. 98 വയസ്സുണ്ട്. കൃപയാൽ അമ്മയുടെ സഹോദരങ്ങൾ 8 പേര് തന്നെ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. അത്യാവശ്യം ആരോഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവ് എൻ്റെ 8ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്തിന്റെ ഒരു പശ്ചാത്തലമായിരുന്നു എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആത്മീയമായ ഒരു പൈതൃകം താൻ രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിലും ബന്ധത്തിലും സഭയുടെ ആരാധനയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പങ്കുകൊണ്ടു പോകുന്ന ഒരു അനുഭവമായിരുന്നു. തന്റെ 53ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ എൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നു. അമ്മയായിട്ടുള്ള ആ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ ഒത്തിരി ധന്യനാണ്. മാതാവിന്റെ ആ സ്നേഹം അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴിവിടെ ആയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ പറഞ്ഞ അനുഭവം ഞാൻ വളരെ ഓർക്കാറുണ്ട്. പല സന്ദർഭങ്ങളിൽ ഞാൻ സാഹചര്യത്തിനൊത്ത് അത് പറയാറുണ്ട്. അന്ന് എൻ്റെ കൈയുടെ വിരലിൽ പിടിച്ച് ആ പിതാവ് സുവിശേഷകൻ പറഞ്ഞ വാക്ക്, നീ ഒരു സുവിശേഷകനാകും. 5 വയസ്സ് ആയ സമയത്ത് ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ അന്നത്തെ സഭയിലെ, എൻ്റെ ലോക്കൽ സഭയിലെ പാസ്റ്റർ KT ചാക്കോ അവറുകൾ, അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ ഒരു സുവിശേഷകനായിട്ട് മാറും. അങ്ങനെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ വന്നു. ബാല്യകാലത്തിന്റെ കൗമാരപ്രായത്തിന്റെ വളർച്ചയിൽ കളിച്ചിരി ആ സാഹചര്യങ്ങളൊക്കെ എൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ നാട്ടില്, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കടമനട്ട സ്വദേശിയാണ്. എൻ്റെ പെർമനന്റ് അഡ്രസ് അവിടെയാണ്. ഞാൻ കടമനട്ട പ്രദേശം എൻ്റെ ഭവനം. അപ്പോൾ ആ സാഹചര്യത്തിന്റെ ലോക്കൽ സഭയുമായിട്ട് വളരെ ആത്മീയ പൈതൃകത്തിൽ ഞാൻ വളർന്നു വന്നൊരു സാഹചര്യമുണ്ട്. സൺഡേ സ്കൂള്, PIP ആരാധനകൾ, പ്രിയരെ മുടക്കാൻ കഴിയാത്തവണ്ണം ആത്മീയ കൂട്ടായ്മയിൽ ആ ചെറുപ്രായത്തിനെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസരം തന്നു. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആ പഴയ സാഹചര്യത്തിന്റെ അനുഭവത്തിൽ അന്നത്തെ ദൈവദാസന്മാരോട് ചേർന്ന് നിന്ന് ശുശ്രൂഷയ്ക്ക് ഒരു പങ്കാളിത്തം വഹിക്കുവാൻ, അവരോടൊപ്പമായിരിക്കാൻ, ഹാളുകളിലൊക്കെ അന്നത്തെ അവസ്ഥയിൽ പായൊക്കെ വിരിക്കുവാനും ജനൽ തുറക്കുവാനും ഡ്രമ്മൊക്കെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി അതിന് ആരാധനയ്ക്ക് കൊട്ടാനും അതിനുള്ള പ്രേരണാ ശക്തിയൊക്കെ തന്നത് ദൈവത്തിന്റെ നിയോഗമാണ്. അതിന്നും ജീവിതത്തിൽ അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർക്കാൻ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു. 17-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ രാജസ്ഥാനിലെ ജോലിയോടെ ബന്ധം കുടുംബമായിട്ട് അവിടെ ആയിരിക്കും. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ രാജസ്ഥാനിൽ 1986 നവംബർ മാസം 26-ാം തീയതി വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. 28-ാം തീയതി ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ 40 കിലോമീറ്റർ ആണ് ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഞാൻ ചെന്നെത്തി. ആ സാഹചര്യത്തില് പ്രിയരെ 3 മാസം എനിക്ക് ഭരത്പൂരിനുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കാനിടയായി. അപ്പോൾ തന്നെ ഭരത്പൂർ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തൊരു ദർശനം ദൈവം തന്നു. രാജസ്ഥാൻ, ആ രാജസ്ഥാനെ കുറിച്ച് ആ സമയത്ത് ആ ചെറു ബാലകനായിരിക്കും, അല്ലെങ്കിൽ 17-ാമത്തെ വയസ്സിൽ തന്നെ എൻ്റെ ഹൃദയത്തിനകത്തൊരു ആഴമായ ദൈവസ്നേഹം രാജസ്ഥാനെ കുറിച്ച് ആ 3 മാസത്തിന്റെ ആ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാജസ്ഥാനുള്ള ബന്ധത്തിൽ എനിക്കൊരു ആത്മബന്ധം ഉളവാകുവാനിടയായി. ഞാൻ 3 മാസം കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു കൺവെൻഷനുള്ള ബന്ധത്തിലാണ്. അന്ന് KP യോഹന്നാൻ അവറുകൾ എന്ന് പറയുന്ന അദ്ദേഹം വിദേശ മിഷണറിമാരുമായിട്ട് ഡൽഹിയിൽ ഒരു കൺവെൻഷൻ നടത്തുന്നു. അപ്പോൾ അവിടുത്തെ ദൈവദാസനുമായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് കൺവെൻഷൻ സംബന്ധിക്കുവാൻ. കൺവെൻഷൻ ചെന്നു. അവിടെയുള്ളതായ കൺവെൻഷൻ സംബന്ധിച്ച ശേഷം എൻ്റെ കസിൻ ഇവിടെയുണ്ട്. പറഞ്ഞു, നീ ഇനി തിരിച്ച് രാജസ്ഥാനിൽ പോകണ്ട, നിനക്ക് ഇവിടെ ജോലി വാങ്ങിച്ചു തരാം. 1987 മാർച്ച് മാസം. 7 മാസം ഡൽഹിയിൽ ജോലിയോടെ ബന്ധം നിന്നു. അവിടെയും ആത്മീയ കൂട്ടായ്മയ്ക്ക് വളരെ മുന്നോക്കം കൊടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അവിടെ ആരാധനയിൽ സംബന്ധിപ്പാൻ സർവശക്തനായ ദൈവന്റെ ജീവിതത്തിൽ സഹായിച്ചു. 8 മാസം അവിടെ ജോലി ചെയ്തതിനു ശേഷം ഞാൻ അരുണാചൽ പ്രദേശിലേക്ക് ഒരു യാത്രയാണ്. എൻ്റെ ചർച്ചിലുള്ളതായ വിശ്വാസിയായിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ എന്ന് പറഞ്ഞ സ്നേഹത്തിലുള്ളതായ ഈ അച്ചായന് എന്നെ അരുണാചലിലേക്ക് കൊണ്ടുപോയാണ്. അവിടെ അരുണാചൽ പ്രദേശ് പോലീസിന്റെ 1st ബറ്റാലിയൻ തുറക്കുക. അതിലേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടും. ട്രെയിനിങ് എടുത്ത് അതിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ 1987 ഒക്ടോബർ മാസം ഞാൻ അവിടെ ചെന്നു, അരുണാചൽ പ്രദേശിൽ ആദ്യമായിട്ട്. അവിടെ ചെന്ന് പക്ഷേ എനിക്ക് പോലീസിൽ നിന്ന് ശേഷം ഗവൺമെന്റിന്റെ വേറൊരു തലത്തിലും ആദ്യം ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. 8 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. ആ സമയത്താണ് എനിക്ക് ഗൾഫിലേക്ക് 1994 പോകുവാനുള്ള അവസരം കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയത്. ഇതെന്റെ ജീവിതത്തിന്റെ ബാല്യകാല അനുഭവങ്ങളാണ്. ഒത്തിരി ഓർമ്മ വെക്കുവാനുള്ളതായ സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോഴൊക്കെ ദൈവത്തെ മറന്നു പോകാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹത്തില് മുറുകെ പറ്റിക്കൊണ്ട് മുന്നേറുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിനിടയാക്കി. കടഞ്ഞെല്ലുന്നതൊക്കെയും ചിലരെ കണ്ടുമുട്ടിയാൽ സുവിശേഷം പറയുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് പല നമ്മുടേതായ പെന്തക്കോസ്തിന്റെ അല്ലാത്ത ആൾക്കാരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭവനത്തിലിരുന്ന്, അന്ന് അവിടെ കൂട്ടായ ബന്ധമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അരുണാചലിൽ. അപ്പോഴൊക്കെ അവിടെ പ്രാർത്ഥനയ്ക്ക് സമയങ്ങളെ ഞങ്ങൾ ഒരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1994 ഞാൻ വിവാഹത്തിന് മുൻപാണ് ദോഹയിൽ എനിക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടില്ല, പക്ഷെ കൃപയാൽ എനിക്കവിടെ ജോലി സാധ്യമായി. 1994 ഡിസംബർ മാസം 7-ാം തീയതി ഞാൻ പ്രിയരെ എൻ്റെ നാട്ടിൽ വന്നു. വീട്ടിൽ 3 മാസം താമസിച്ചതിന് ശേഷം ഞാൻ ബോംബെയിൽ എയർപോർട്ടിൽ ചെന്നു. ബോംബെയിൽ എയർപോർട്ടിലേക്കുന്നു എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ച, കർത്താവേ, അങ്ങയുടെ ഹിതമല്ല എങ്കിൽ എന്നെ വിടരുത്. ആ എയർപോർട്ടിൽ വെച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്. കാരണം മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൈവസ്ഥ ഞാൻ പ്രാർത്ഥിച്ച ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥനാ സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ ഹിതമല്ല എങ്കിൽ എന്നെ അയക്കരുത്. പക്ഷെ ദൈവഹിത പ്രകാരം 1994 ഡിസംബർ മാസം 7-ാം തീയതി രാത്രി ഞാൻ ദോഹയുടെ മണ്ണിൽ കാലുകുത്തി. 8-ാം തീയതി ഞാൻ ഞങ്ങളുടെ ഹോട്ടൽ, അന്ന് ഷെറട്ടൺ ആയിരുന്നു, ഷെറട്ടന്റെ
HR ഓഫീസിൽ ചെന്നു, എല്ലാ ഫോമുകളും ഫില്ല് ചെയ്തു, ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ദീർഘമായ 16 വർഷം ഞാൻ ഷെൽട്ടണിലും മാരിയോട്ടിലും ജോലി ചെയ്തു. ഈ 16 വർഷത്തിനിടയിൽ എനിക്ക് 7 പ്രാവശ്യം ബെസ്റ്റ് എംപ്ലോയീസ് അവാർഡ് കിട്ടി. 36 രാജ്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനം, 840 സ്റ്റാഫ് ഉള്ളതായ സ്ഥാപനത്തിലും വിദ്യാഭ്യാസത്തിന്റെ യാതൊരു യോഗ്യതയും എനിക്ക് പറയത്തക്കതുപോലെ ഇല്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം കൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാനുള്ള കൃപ ദൈവം തന്നു. അപ്പോൾ തന്നെ ജോലിയിൽ എന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രേരണയുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ നിന്നെ വിചാരകനാകും. പക്ഷേ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളും, ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഏറി വന്ന സാഹചര്യത്തിലൊക്കെ കർത്താവിനോട് പ്രാർത്ഥിച്ച് നല്ല അനുഭവങ്ങൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. എന്റെ റൂമിനകത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് 45 മിനിറ്റൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് യുവാക്കന്മാര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ജോലി ഇല്ലാത്തവര് എന്റെ റൂമിൽ വരും. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, 7 പേരൊക്കെ എന്റെ റൂമിൽ വന്ന് എന്റെ അവധി ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. നേപ്പാളിൽ ഒരു സഹോദരന് എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. നേപ്പാളി ലാംഗ്വേജ് എനിക്ക് അറിയത്തില്ല, അല്പമായിട്ടൊക്കെ അറിയാം, അല്പ വാക്കുകൾ. പക്ഷെ ഞങ്ങൾ ഹിന്ദിയിലും അല്പം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ചേർത്ത്, ദൈവം അറിയുന്നല്ലോ ഭാഷയല്ല, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളാണ്. അങ്ങനെ പോകുന്ന കാലയളവില് ഹൃദയത്തിനകത്ത് ഒത്തിരി വേദനയുണ്ട്. സുവിശേഷ വേല എന്നുള്ളത്, സുവിശേഷ വേല ചെയ്യണമെന്നുള്ളത് ഹൃദയത്തിന് വലിയ ആഗ്രഹമാണ്. എന്നാൽ ജോലി വലിയ കുഴപ്പമില്ലാത്ത മാന്യമായ ഒരു ജോലിയാണ് ദൈവം എനിക്ക് തന്നത്. മറ്റുള്ളവരെക്കാളൊക്കെ ഒത്തിരി ദൈവം എന്നെ മാനിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ. വിദ്യാഭ്യാസം കൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്താൽ നിയോഗിച്ചത് കൊണ്ട് ദൈവം അതിന്റെ മേലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. 7 പ്രാവശ്യം എനിക്ക് നല്ല എംപ്ലോയി, ബെസ്റ്റ് എംപ്ലോയിയുടെ അവാർഡ് കിട്ടി. ഞാൻ ഇന്ന പോലെ ഓർക്കുന്നു, ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും മാന്യമായ രീതിയിൽ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ സ്നേഹത്തോടെ എന്നെ സ്നേഹിക്കുന്ന അനുഭവങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ ഈ അനുഭവങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് സുവിശേഷ വേല. ഞാൻ പറഞ്ഞല്ലോ, 1986 ഞാൻ ഭരത്പൂര് കാലുകുത്തുന്ന സമയത്ത് എന്റെ ഹൃദയത്തിനകത്തൊരു പ്രേരണ വന്നു, രാജസ്ഥാനുമായിട്ടുള്ള ബന്ധം. ആ രാജസ്ഥാനിലെ ബന്ധം എന്ന് ചോദിച്ചാൽ അന്ന് സുവിശേഷത്തിന് അധികം വാതിൽ തുറക്കാത്ത സമയമാണ്, തുലവും വളരെ കുറവാണ്, പ്രതികൂലങ്ങൾ അല്പം കുറവുള്ള സമയം. പക്ഷെ വാതിലുകൾ അധികം തുറക്കാതെ, എന്നാൽ ദൈവദാസന്മാർ ചുരുക്കമായി പ്രവർത്തിക്കുന്ന അനുഭവം. എന്നാൽ അവിടെ ചെന്ന് ദോഹയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത പ്രേരണയുണ്ടായി. രാജസ്ഥാന്റെ വേലയ്ക്ക് വേണ്ടി എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുക. എന്റെ ഓരോ അവധിക്ക് വരുമ്പോഴും ഞാൻ രാജസ്ഥാനിൽ ഡൽഹി വന്നിട്ട് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിൽ പോകും. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഗ്രാമങ്ങൾ, അവിടുത്തെ ദൈവദാസനോട് ചേർന്ന് ഗ്രാമങ്ങളിൽ പോകും. ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, വചനം പറയുവാനൊക്കെ ഉള്ള അവസരം ദൈവം എന്റെ ജീവിതത്തിൽ ഒത്തിരി തന്നു. ഓർക്കണേ പ്രിയരെ, കഴിഞ്ഞ 36 വർഷത്തിലധികമായി രാജസ്ഥാൻ ഭരത്പൂർ എന്നുള്ള ബന്ധം ഇന്നും നിലയ്ക്കാതെ നിൽക്കുകയാണ്. ഊഷ്മളമായിട്ട് ജ്വലിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ 94 അവസാനം ജോലി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആദ്യം ലഭിച്ച ശമ്പളം 500 റിയാലാണ്, 500 ഖത്തർ റിയാൽസ്, അന്നത്തെ 7500 രൂപ. പക്ഷെ എന്റെ ഹൃദയത്തിലെ തീരുമാനം, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, 25 റിയാൽ ഞാൻ മാറ്റിവെക്കും രാജസ്ഥാനിലെ വേലയ്ക്ക് വേണ്ടി. 25 റിയാൽ അന്നത്തെ ഏകദേശം ഒരു 250 രൂപ അത്രയേ ഉള്ളൂ ആ എമൗണ്ട്. അത്രയും പൈസ ഞാൻ മാറ്റിവെക്കും രാജസ്ഥാനിലെ വേലയ്ക്ക്. അപ്പോൾ എന്റെ ഹൃദയത്തിന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ, എന്റെ ഹൃദയത്തിന്റെ വാഞ്ച ആ കാലഘട്ടത്തിൽ 10 കിലോ ആട്ടയ്ക്ക് 130 രൂപ മതി, അല്ലെങ്കിൽ 100 രൂപ മതി. അവിടുത്തെ ഒരു ദൈവദാസന് 10 കിലോ ഗോതമ്പ് പൊടി വാങ്ങിച്ചാൽ അവർ കഴിക്കാം. എന്റെ ഹൃദയത്തിൽ അതാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. കാരണം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഞാൻ അങ്ങനെ പറയട്ടെ പ്രിയരെ, ഞാൻ ഈ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ എന്റെ സ്നേഹിതരായ പ്രിയപ്പെട്ടവർ, എന്റെ ബന്ധുക്കളായ പ്രിയപ്പെട്ടവർ അനേകർ ഖത്തറിലുണ്ട്. ഞങ്ങൾ അധികം പേരായിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ 10 റിയാൽ തന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് അവിടെ ഒരു മുതൽക്കൂട്ടാകും. ഞാൻ 50 ചോദിച്ചിട്ടില്ല, 100 ചോദിച്ചിട്ടില്ല. അവരോട് പറയുന്നത് 10 റിയാൽ നിങ്ങൾ തന്നാൽ അവിടെയുള്ള ഒരു ദൈവദാസന് 10 കിലോ ആട്ട ആ കാലത്ത് വാങ്ങിക്കാൻ. ഞാൻ 10 റിയാൽ ചോദിക്കുമ്പോൾ അവർ 50 റിയാൽ തരും, ചിലർ 100 റിയാൽ തരും. പ്രിയരെ, അങ്ങനെ ആ 1016 വർഷത്തില് രാജസ്ഥാന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ഞാൻ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകര്, അരോമ ടിവിയുടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അത് അനുഗ്രഹമാകും. എന്റെ ഹൃദയത്തിനകത്തെ ഏറ്റവും പ്രചോദനമേറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കുന്നത്. അതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ധന്യമായ സമയത്തിൽ. അപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്ന സമയമാണ്.
എന്നലാവോളം ഓരോ അവധിക്ക് വരുമ്പോഴും ഞാൻ രാജസ്ഥാനിൽ ചെല്ലും. എന്റെ കുടുംബത്തെക്കാൾ മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് അന്ന് അധികം നന്മയൊന്നും കയ്യിലില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ ശമ്പളം ആദ്യകാലത്തെ ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് കിട്ടുന്നത് കടം വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രചോദനം ചോദിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇന്നും ഞാൻ ആരോട് ചോദിക്കാൻ തുനിയാത്തൊരു വ്യക്തിയാണ്. മാക്സിമം തുനിയാൻ സാധ്യതയില്ല. കാരണം കർത്താവിന്റെ ഒരു സന്നിധിയിൽ ഞാൻ എടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോകുന്നത്. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇല്ലായ്മയിൽ കൂടി ഒരാൾ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി എത്രത്തോളം എന്നാലും മറ്റുള്ളവരാല് സഹായിക്കാം എന്നുള്ളതായ ഒരു താല്പര്യമാണ്. അതാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അത് ദൈവം മാനിച്ചു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ 16 വർഷം ദൈവഹിത പ്രകാരം രാജസ്ഥാൻ, ഞാൻ അധികം സ്ഥലങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒറ്റ ചോദ്യം, രാജസ്ഥാനാണ് എന്റെ കാഴ്ചപ്പാട്. ഹൃദയത്തിൽ ദർശനം എന്ന രാജസ്ഥാനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഭരത്പൂരാണ്. ഞാൻ ഒത്തിരി ഏരിയ എടുക്കാനൊന്നും എനിക്ക് കഴിയത്തില്ല. ഭരത്പൂർ തന്നെ എത്രയോ അതിന്റെ ടൗണുകളും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും ഉണ്ട്. വളരെ വിശാലമായ ഒരു ഏരിയയാണ്. പക്ഷെ അതിന് ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതിൽ കൂടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. അങ്ങനെ പോകുന്ന വേളയിൽ എന്റെ വിവാഹം നടന്നു. 1997 ഞാൻ നാട്ടിൽ ആദ്യത്തെ അവധിക്ക് വന്നു. 98 ജനുവരി മാസം 7-ാം തീയതി എന്റെ വിവാഹം നടന്നു. എന്റെ ഭാര്യ ഞാൻ പറഞ്ഞല്ലോ, എലിസബത്ത് ജോസഫ്, തണ്ണിത്തോട് പ്രദേശത്തു നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. 2 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത്. 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിലാണ്. പ്രിയരെ, ചിലരൊക്കെ ചോദിച്ചു കുട്ടികൾ ഉണ്ടാകത്തില്ലേ? കാരണം പല ദുരനുഭവങ്ങൾ നേരിട്ട് ചോദിച്ച അനുഭവമുണ്ട്. ഞാൻ അതിനൊന്നും ഒരു മറുപടിയും കൊടുത്തില്ല. വളരെ ചിരിച്ച മുഖത്തോട്, പ്രസന്ന ഭാവത്തോട്, അതിനൊക്കെ ആ മുഖഭാവം കൊണ്ട് മറുപടി കൊടുത്തിട്ട് ഞാൻ എന്റെ അവധിക്കാലം കഴിച്ചു കൂട്ടി. കൃപയാൽ ഞാൻ രാജസ്ഥാൻ, എന്റെ വൈഫ് ടീച്ചറായിരുന്നു രാജസ്ഥാനിൽ. അവിടെ അവധിക്ക് വന്നു. രാജസ്ഥാനിൽ അവധിക്ക് വന്നപ്പോൾ എന്റെ വിഷയത്തിന് വേണ്ടി അവിടെയുള്ള കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പയസ് ജോയ്, അദ്ദേഹവും ആ ചർച്ചുമായിട്ട് എനിക്ക് ആ കാലത്തെ ബന്ധം, എനിക്ക് വേണ്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുക. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിന് വേണ്ടി. ആ ഉപവാസ പ്രാർത്ഥന സജീവമായിട്ട് ഞാൻ, എന്റെ വൈഫ്, എന്റെ ജ്യേഷ്ഠൻ, ഫാമിലി, മറ്റുള്ള പ്രിയപ്പെട്ട ഹിന്ദിക്കാര് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകമായ ഒരു സെക്ഷൻ ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ കരം കോർത്തു പിടിച്ച് എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയരെ, അതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. മറ്റുള്ളവര് നമ്മെ ഓർക്കുന്നല്ലോ, കൈത്താങ്ങിലിരുന്നല്ലോ പ്രാർത്ഥിക്കുന്നു. അതൊരു നല്ല മാതൃകയാണ്. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന 2-ാമത്തെ ദിവസം ഞങ്ങൾ സൈക്കിൾ റിക്ഷയിൽ തിരിച്ച് റൂമിൽ പോയിട്ട് വൈകിട്ടത്തെ മീറ്റിങ്ങിന് മടങ്ങി വേണം, ഞാൻ വൈകുമ്പോൾ. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ദൈവാത്മാവിന്റെ പ്രേരണ തന്നു, നിനക്കൊരു മകൾ ജനിക്കാൻ പോകും, അവളുടെ പേര് സാറ എന്നാണ്. ഞാൻ എന്റെ വൈഫിനോട് തിരിച്ച് സൈക്കിൾ റിക്ഷയിൽ പോകുമ്പോൾ പറഞ്ഞു, യാതൊരു സിംറ്റംസും അറിയത്തില്ല, അതിന്റെ യാതൊരു ഇതും അറിയത്തില്ല. അപ്പം എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഷെർലി, ഇതുപോലെ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തന്നു, നമുക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത്, അവളുടെ പേര് സാറ എന്നാണ്. ഷെർലി അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവിടെ മമ്മിയോട് പറഞ്ഞു, ഇല്ലെന്നോ, ഒരാൺകുഞ്ഞായിരിക്കും. ഞങ്ങൾ ആ പ്രാവശ്യം നാട്ടിൽ അവധിക്ക് വന്നു. അല്പം ബുദ്ധിമുട്ട് തോന്നി. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ റിയലി പ്രഗ്നൻസിയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ആദ്യത്തെ കൺമണി അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനെ തന്നു ഒരു പെൺപൈതലാണ്, അവളുടെ പേര് സാറ എന്നാണ്. ഇന്ന് ഈ ദിവസം ഞങ്ങളോടൊപ്പം ഇവിടെയുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം അവർ വഴി പഠനത്തിന് വേണ്ടി പോവുകയാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ദൈവത്താൽ ദാനമായിട്ട് തന്ന ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ് സാറ ജോസഫ്, ദൈവഹിത പ്രകാരം. അതിനുശേഷം ഞാൻ വീണ്ടും മടങ്ങിപ്പോയി. എന്റെ വൈഫ് നാട്ടിൽ വന്നു, നാട്ടിൽ സെറ്റിലായി. ഞാൻ മടങ്ങി ദോഹയിൽ പോയി. ആ പോകുന്ന കാലയളവില് എപ്പോഴും അകത്ത്, അപ്പോൾ തന്നെ 24-ാമത്തെ വയസ്സിൽ എന്റെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെന്ന സമയത്ത് ദോഹയില് EP എന്ന് പറയും, എബനേസർ പെന്തക്കോസ്റ്റ് അസംബ്ലി ദോഹയില്, അവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ കോശി എന്ന് പറയുന്ന ദൈവദാസൻ കുട്ടും എന്റെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് ആ സഭ ഇന്നും അവിടെയുണ്ട്. ആ സഭയോട് ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ആരാധന. അതിന് തൊട്ടു മുമ്പ് വേറൊരു സഭയിലാണ് ഞങ്ങൾ 8 മാസം ആരാധിച്ചത്. അതിനുശേഷം അവിടെയാണ് ആരാധിച്ചത്. ആ സഭയില് പ്രാർത്ഥനയ്ക്ക് വളരെ എന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, എന്റെ പ്രായത്തിനേക്കാൾ അപ്പുറമായിട്ട് അവരെന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും, കാരണം ഒരു ആത്മീയ പക്വത എന്ന വണ്ണം എന്റെ ജീവിതത്തിൽ കണ്ടതുകൊണ്ട് അവർക്ക് എന്നോടൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടായി. വളരെ ആത്മീയ പൈതൃകത്തില് എനിക്ക് ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകേണ്ടതായി. ആത്മീയ കൂട്ടായ്മകൾ ആവോളം പ്രവർത്തിപ്പാൻ, കടന്നു പോകാൻ ദൈവന്റെ ജീവിതത്തിനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെന്തക്കോസ്റ്റ് കുടുംബത്തില് പെന്തക്കോസ്റ്റ് മാതാപിതാക്കളെ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിൽ ജീവിതത്തിനകത്ത് പലപ്പോഴും വേണ്ടതായ സന്തോഷം, സമാധാനം നാം എല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്. കഴിവിനപ്പുറമായിട്ട് എന്നാൽ ആവോളം എന്ന് പറഞ്ഞാൽ അപ്പുറമായിട്ട് എന്നെയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പക്ഷേ ഹൃദയത്തിനകത്ത് തിങ്ങി നിൽക്കുന്ന എന്തോ ഒരു അനുഭവം, വളരെ എപ്പോഴും സന്തോഷവാനാകണം. ഞാൻ പലപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവമുണ്ട്. നാച്ചുറലി ഞാൻ അങ്ങനെ പോകുന്നെങ്കിലും അനുഭവങ്ങൾ പലപ്പോഴും ഹൃദയത്തിൽ വേദന വരുന്നുണ്ട്. അപ്പോൾ തന്നെ മൂത്ത മകളുണ്ടായി. ഓരോ ദിവസവും അസുഖങ്ങൾ, ഓരോ അറിയാത്ത സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ വിളിച്ചു പറയും, ഹോസ്പിറ്റലിൽ പോകുന്നു,
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പറയാം ഓരോ ദിവസവും കഷ്ടതകൾ, ആ ഭാരങ്ങൾ അങ്ങനെ വന്ന് ഞാൻ പറയാം എന്റെ അധ്വാനത്തിന്റെ ഏറിയ പങ്കും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നു, ഏറിയ പങ്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ എന്ന പ്രദേശം എന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്നതാണ്. ആ ദേശത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിപ്പാനും പ്രാർത്ഥിപ്പാനും എന്നാൽ കഴിയുന്നിടത്തോളം ചെയ്യുവാനൊക്കെ ദൈവം അവസരം തന്നിട്ടും ജീവിതത്തിനകത്ത് എന്തേ ഇത്ര പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്? പലപ്പോഴും രോഗങ്ങൾ, എന്നും അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, ഈ പോകുന്ന അനുഭവങ്ങളാണ്. ഇതിനിടയ്ക്ക് എന്റെ വൈഫിന് 2 ഓപ്പറേഷൻ, കുഞ്ഞുങ്ങളും ഓപ്പറേഷനാണ്. അതിനുശേഷം 2 മേജർ ഓപ്പറേഷൻ എന്റെ വൈഫിന് നടന്നു. ഒന്ന് ഗോൾ ബ്ലാഡർ പഴുത്തു, ഒരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു. അത് ഞാൻ ജോലിയിരിക്കുമ്പോഴാണ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്തു. വളരെ ബുദ്ധിമുട്ടായ ഒരു സംഗതിയായിരുന്നു. അതിനുശേഷം പ്രിയരെ, അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ യൂട്രസ് സംബന്ധമായ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവമാണ്. കാരണം 16 ആഴ്ച ഡോക്ടേഴ്സ് പറഞ്ഞ് വലിപ്പമുള്ള ഒരു കുട്ടിയുടെ അത്രയുണ്ട് അതിനകത്തെ ട്യൂമർ. വളരെ പ്രതികൂലമായി ഞങ്ങൾ SIT തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി വൈഫിനെ കൊണ്ട് അവിടെ ചെന്നു. സാധാരണ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് 2 ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്തത്. അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നത് ഞാൻ ഓർപ്പിക്കുകയാണ്. തലേന്ന് 2 പേരുടെ ബ്ലഡ് എടുത്തു കൊടുത്തതാണ്. എന്റെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ തിരുവനന്തപുരത്തുണ്ട്, പാസ്റ്റർ KK ദാസ്. അദ്ദേഹത്തിൽ കൂടെ 2 പേര് അവിടെ ചെന്ന് ബ്ലഡ് എടുത്തു കൊടുത്തു. ഓപ്പറേഷൻ തിയേറ്ററിൽ വൈഫിനെ കയറ്റിയ ഉടനെ അവർ നേഴ്സസ് വന്ന്, ഞാൻ പുറത്തിരിക്കുക നോക്കിയിട്ട് പറഞ്ഞു, എലിസബത്ത് ജോസഫിന് ബ്ലഡ് വേണം. ഞാൻ അവിടുന്ന് ഒരു 5 മിനിറ്റ് സ്പീഡിൽ നടന്നാലേ 5 മിനിറ്റ് മുകളിൽ വരും ബ്ലഡ് ബാങ്കിൽ. ഞാൻ നന്നായിട്ട് ഓടി ബ്ലഡ് ബാങ്കിൽ ചെന്നു, പേര് പറഞ്ഞു, ബ്ലഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു, ഒരു 20 മിനിറ്റ് കഴിഞ്ഞു ബ്ലഡ് എടുത്ത് തന്നപ്പോൾ കയ്യില് ഫ്രീസറുമായിട്ടുള്ള ബ്ലഡാണ് ഇരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ബ്ലഡും കൊണ്ട് ചെന്നപ്പോൾ, ഞാനിത് ഒരു ഓപ്പൺ വേ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് കയറുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, അവിടെ ഒരു ദൈവപ്രവൃത്തി, മിറക്കിൾ, ഒരു അത്ഭുതമായ മിറക്കിൾ അവിടെ നടക്കാനിടയായി. ആ ഹോസ്പിറ്റലിനകത്ത് ഒരു ദൈവപ്രവൃത്തി, അത്ഭുതകരമായ ഒരു മിറക്കിൾ അവിടെ നടക്കാനിടയായി. അത് പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ഒരു വലിയ പ്രവൃത്തിയാണ്. അങ്ങനെ 4 ഓപ്പറേഷൻ എന്റെ വൈഫിന് നടക്കാനിടയായി. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ ത്യാഗിതമായ ഒരു അനുഭവമാണ്. 24 വർഷം മുമ്പ് എന്റെ വീട് വയ്ക്കുന്ന സമയമാണ്. ഞാൻ ഗൾഫിൽ ജോലിയായിരിക്കുമ്പോൾ ഞാൻ വീട് വെക്കുകയാണ്. തറക്കല്ലിടുന്നതിന്റെ തലേ രാത്രിയിൽ എന്റെ കുടുംബ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ എന്റെ വൈഫ് ചെയ്യുന്നു. അന്ന് ഈ മൂത്ത മകൾ സാറയ്ക്ക് 1.5 വയസ്സ് പ്രായമാണ്. എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നു. അന്ന് അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല, പിന്നീട് ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് കാണും. ഈ മകളെ കുളിപ്പിച്ചിറക്കി ഞാൻ പിറ്റേ ദിവസമുള്ള വീടിന്റെ അടിത്തറയ്ക്കിടുന്നതിന് സിമെന്റ് വാങ്ങിക്കാൻ, അന്ന് വൈകിട്ടത്തെ ഫുഡ് കൊടുക്കാനുള്ള ഫുഡ് എടുക്കാനുമായിട്ട് ഞാനും എന്റെ ജ്യേഷ്ഠനും നേരെ മുകളിലോട്ട് പോവുകയാണ്. വൈഫ് ബാത്റൂമിൽ കയറി കുളിക്കാൻ. തിരിച്ച് ഞങ്ങൾ ഏകദേശം 7 മണിക്ക് പ്രാർത്ഥന തുടങ്ങും. 6:30 വരുമ്പോൾ ഞാൻ കാണുന്നത് കുഞ്ഞ്, അവളെ കുളിപ്പിച്ചിറക്കി ആ 1.5 വയസ്സുള്ള കുഞ്ഞ് മുറ്റത്തിരുന്ന് കളിക്കുക. ഞാൻ വൈഫിന്റെ പേര് വിളിച്ചു, ഒരനക്കവുമില്ല. ബാത്റൂമിൽ ചെന്നപ്പം ഡോർ അടഞ്ഞു കിടക്കുന്നു. ഡോർ തുറന്നു നോക്കിയപ്പോൾ ബാത്റൂമിൽ ബോധരഹിതയായിട്ട് കിടക്കുക. ജീവൻ മാത്രമുണ്ട്, ശ്വാസം മാത്രമേ ഉള്ളൂ, യാതൊരു അനക്കമില്ല. എന്റെ പ്രിയരെ, ഞാൻ പെട്ടെന്ന് ജ്യേഷ്ഠനെ വിളിച്ചു. അപ്പോൾ 6:45 പ്രാർത്ഥനയ്ക്കുള്ള ആൾക്കാർ, സഹോദരന്മാർ വന്നു. 24 വർഷം പോലുള്ള സംഗതിയാണ്, കാര്യമാണ്. വൈഫിനെ വിളിച്ചിട്ട് അനക്കമില്ല, ശ്വാസം മാത്രമുണ്ട്, തല ഇടിച്ച് വീണതാണ്. അവിടുന്ന് ഞങ്ങൾ 4-5 പേര് കൂടി പൊക്കിയെടുത്തു. ഡ്രസ്സ് മാറ്റാൻ നോക്കിയിട്ട് പറ്റത്തില്ല, ഡ്രസ്സ് ഊരിയിട്ടില്ല, ഡ്രസ്സ് മുഴുവൻ വെള്ളത്തിൽ കുളിച്ച് കിടക്കുക. ഞങ്ങൾ അങ്ങനെ കയ്യിൽ പൊക്കിയെടുത്ത് വാഹനത്തെ കയറ്റി പത്തനംതിട്ട ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരെടുക്കത്തില്ല, കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് അവരെടുക്കുന്നില്ല. അതിനുശേഷം അന്ന് നല്ല നിലവാരത്തിൽ പോയിക്കൊണ്ടിരുന്ന സെഞ്ചുറി ഹോസ്പിറ്റൽ മുളക്കര, അവിടെ ചെന്ന് അവരെടുത്തു കഴിഞ്ഞിട്ട് ICU കയറ്റി. യാതൊരു ബോധവുമില്ല, യാതൊരു വിധമായ സംസാരശേഷിയില്ല, ശ്വാസം മാത്രമുണ്ട്, പല്ല് കടിച്ചു കിടക്കുകയാണ്. ഒരു രാത്രി അവരവിടെ അഡ്മിറ്റ് ചെയ്തു ICUവിൽ. ഞാനും എന്റെ ജ്യേഷ്ഠനും കൂടെ ആ രാത്രിയിൽ ICUവിന്റെ പുറത്ത് കിടക്കുകയാണ്, ICUവിന്റെ പുറത്ത് ഇരിക്കുകയാണ്. രാത്രി അവിടെ കിടന്നിട്ട് പറഞ്ഞു, ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ അടുത്ത ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഉടനെ എന്റെ വേറൊരു ജ്യേഷ്ഠനെ വിളിച്ച് പറഞ്ഞു, പൈസ ക്രമീകരിച്ചുകൊണ്ട് വരണം, ആംബുലൻസ് സെഞ്ചുറി ഹോസ്പിറ്റലുകാർ കരുതിക്കൊള്ളും. അവർ രാവിലെ 8 മണിക്ക് രണ്ടാമത്തെ, അപ്പോൾ ഒരു രാത്രി ICU റൂമിലിറക്കി. ഞങ്ങൾ ഒരു രാത്രി റൂമിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ തയ്യാറായിരിക്കുക. പ്രിയരെ, എന്റെ ജ്യേഷ്ഠന്റെ മകൾ, അന്ന് അവൾ വിവാഹിതയല്ല, ഞാനും എന്റെ ജ്യേഷ്ഠന്റെ മകളും അന്ന് തീവ്രമായ ഒരു ആത്മീയ പൈതൃകം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഹോസ്പിറ്റൽ മുറിയിൽ എന്റെ വൈഫ് ബോട്ടിൽ സ്ഥലം കുത്തി കിടക്കുകയാണ്. യാതൊരു സംസാരവുമില്ല, ശ്വാസം മാത്രമുണ്ട്, കാലനക്കത്തില്ല, കൈയനക്കത്തില്ല. പക്ഷെ ആ രാത്രിയിൽ ഞങ്ങൾ ഒരു 10 മണിയായപ്പോൾ ബെഡിന് താഴെ ഞങ്ങളൊരു
ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ജ്യേഷ്ഠന്റെ മകളും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. അതൊരു ആത്മനിറവിന്റെ പ്രാർത്ഥനയായിരുന്നു. അടുത്തുള്ള റൂമുകാരൊക്കെ വന്ന് നോക്കി, നേഴ്സിംഗ് സ്റ്റേഷനിലുള്ളവർ വന്ന് നോക്കി. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ തന്ന പ്രേരണയും ആത്മനിയോഗവും അതല്പം ഉച്ചയായി നല്ല ആത്മീയമായിട്ട് സൗണ്ടിലാണ് ആരാധന പോയത്. അന്യഭാഷയിൽ തന്നെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. ആ ആരാധന നടക്കുമ്പോൾ രാത്രി ഏകദേശം 1.5-2 മണിക്കൂറോളം ആ പ്രാർത്ഥന പോയി. രാത്രി ഒരു 11:30-12 മണി ആയപ്പോൾ എൻ്റെ വൈഫിന്റെ ഉള്ളില് അവിടെ ഹൃദയത്തിൽ നല്ല ഓർമ്മയുണ്ട്. 3 ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. ഒന്ന്, നീ എന്താണ് നിനക്ക് എന്താണ് ആവശ്യം? അവിടെ ഉള്ളിൽ പറയുന്നുണ്ട്, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. ജീവിതം പോയി, കാരണം എഴുന്നേക്കാൻ കഴിയത്തില്ല, സൗഖ്യം വേണം. 2, ഞാൻ നിന്നെ സൗഖ്യമാക്കിയാൽ നീ എനിക്ക് വേണ്ടി നടക്കുമോ, എനിക്ക് വേണ്ടി ജീവിക്കും? അവൾ പറയാൻ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു 3 ചോദ്യം അവിടെ ഹൃദയത്തിൽ സ്പഷ്ടമായിട്ട് ഇന്നും ആ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. എന്നിട്ട് അവൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽവരി ക്രൂശിലൂടെ ഒഴുകുന്ന രക്തം അവിടെ ആ പാരലൈസ് ആയ എവിടെയാണ് ശരീരത്തിൽ ക്ഷതമേറ്റത്, അനങ്ങാൻ ശരീരത്തിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഇറ്റിറ്റ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം അനങ്ങാതെ 2 ദിവസമായി കിടന്ന സഹോദരി, എന്റെ ഭാര്യ, അവള് ചാടി കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഡോക്ടേഴ്സ് അന്ന് രാത്രി വന്നില്ല, നേഴ്സിംഗ് സ്റ്റേഷനിലെ നേഴ്സസ് അവരെല്ലാം വന്ന് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക. പ്രിയരെ, പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിടാൻ ആംബുലൻസ് തയ്യാറായി. പൈസ കരുതി കൊണ്ടുവന്നു. കാര്യങ്ങളെല്ലാം ശരിയായി. പക്ഷേ ഇവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. രാവിലെ 8 മണി കഴിഞ്ഞ് ഡോക്ടർ ഈ വിവരം പറഞ്ഞ് ഡോക്ടർ വന്നിട്ട് പെരുവിരലെ കുത്തിച്ച് നടത്തി, ഉപ്പൂറ്റി കുത്തിച്ച് നടത്തി. യാതൊരു കുഴപ്പമില്ല. 10 മണിക്ക് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. ഇന്ന് പോലെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പറയുകയാണ്, ദൈവത്തിന്റെ അത്ഭുതമായ കരം ആ ഹോസ്പിറ്റലിനകത്ത് കാണുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ എടുത്തു പറയുമ്പോൾ ദൈവിക വിടുതലിന്റെ കരം അനുഭവിച്ചത് എത്ര വലുതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ കർത്താവ് ഇവിടെ ആക്കിയിരിക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. കാരണം പിറ്റേ ദിവസം വീടിന് തറക്കല്ലിടുകയാണ്. വീടിന് തറക്കല്ലിടാൻ പറ്റിയില്ല, ദിവസങ്ങൾ മാറ്റിവെച്ചു. ഇത് ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾ. അങ്ങനെ 4 ഓപ്പറേഷൻ വിധേയായ ഭാര്യ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അങ്ങനെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള ഗമനത്തിൽ പോവുകയാണ്. ഞാൻ ജോലിയുള്ള ബന്ധത്തിൽ ദോഹയിലായിരിക്കുന്നു. 2010 എനിക്ക് പെട്ടെന്ന് തന്നെ നടുവിന്റെ ഡിസ്ക് ഡാമേജ് ആയി. അറിയുന്നത് പിന്നീടാണ്. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ 4 ദിവസം ഞാൻ ദോഹയില് എന്റെ റൂമില് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ബെഡിലാണ്. എന്റെ ശരീരത്തിൽ അനങ്ങാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്ത് ഒരു വസ്ത്രം പോലും ധരിക്കാൻ കഴിയാത്ത വേദനയാണ്. കാലിന്റെ തള്ളവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം വേദന കൊണ്ട് ശരീരം അനങ്ങാതെ ഞാൻ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. 4ാമത്തെ ദിവസം എന്റെ സഹോദരങ്ങളും എന്റെ കൂട്ടുകാരും ഒക്കെ 4 പേര് വന്ന് എന്നെ കയ്യിലും കക്ഷത്തിലും ഒക്കെ പിടിച്ചിട്ടാണ് ഞാൻ അലറി ഭയങ്കരമായിട്ട് സൗണ്ട്, കാരണം ഭയങ്കര വേദന. അവർ ബാത്റൂമിൽ കൊണ്ടുവന്നത്. അത്ര ഭയങ്കരമായ വേദന എന്റെ ജീവിതത്തിൽ. 4 ദിവസമായി പിടിച്ചൊന്നും നടക്കത്തക്ക സമയമായപ്പോൾ അവിടെയുള്ളതായ അഹമ്മദ് മെഡിക്കൽ ഹോസ്പിറ്റൽ, ദോഹയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അഹമ്മദ് മെഡിക്കൽ ഹോസ്പിറ്റൽ എന്നെ കൊണ്ടുപോയി. അവർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ ഡിസ്ക് കൊളാപ്സ് ആണ്, ഒരു ഡിസ്കിന് പ്രശ്നമുണ്ട്, ഇവിടെ MRI എടുക്കണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ സമയം വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, നാട്ടിൽ കുഴപ്പമില്ല. എന്റെ മാനേജരോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം. അല്പം യാത്ര ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ 1 മാസത്തെ അവധിയെടുത്ത് നാട്ടിൽ വന്നു. ഞാൻ പല മൂന്ന് MRI എടുത്ത് ഡോക്ടറെ കാണിച്ചിട്ട് 3 MRIയിലും എന്നോട് പറഞ്ഞു ഒരു ഡിസ്ക് ഫുൾ ഡാമേജ് ആണ്. അത് ഓപ്പറേഷൻ ചെയ്താൽ അല്പം ബുദ്ധിമുട്ട് വരാം, ചിലപ്പോൾ എഴുന്നേക്കാം, ചിലപ്പോൾ എഴുന്നേക്കാതിരിക്കാം, ചിലപ്പോൾ ദീർഘനാളത്തെ റെസ്റ്റ് വേണ്ടി വരും. അപ്പൊ എന്നോട് പല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഒരു ഡോക്ടറിനോട് പറഞ്ഞു അത് ചെയ്യാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്, അത് തിരുമ്മി നോക്ക്. അങ്ങനെ ഞാൻ 15 ദിവസം തിരുമാലയത്തിൽ കിടന്ന് തിരുമ്മി 60 ദിവസം അവധി കിട്ടി വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് എന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അപ്പോൾ എന്റെ ജോലി റിസപ്ഷനിലായിരുന്നു, ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ എനിക്ക് ഇരിക്കാൻ എയർപോർട്ടിലൊക്കെ എന്റെ ഹോട്ടൽ മാറ്റി ഇരുന്ന് ജോലി ചെയ്യാൻ. 8 മാസം കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഒരു വേദന, കൃഷ്ണമണിക്കകത്തൊരു വേദന വന്നു. അപ്പൊ രാവിലെ അലാറം ഒക്കെ അടിച്ച് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എനിക്ക് അലാറം നോക്കണമെങ്കിൽ കണ്ണിന്റെ പോള പെട്ടെന്ന് തുറക്കത്തില്ല. പക്ഷെ എനിക്കറിയില്ല, ആ ഒരു വേദന ചെവിയുടെ പുറകിൽ വരെ വന്നിട്ട് അതിഭയങ്കരമായ വേദന. ഞാൻ ദിവസം കൈവച്ച് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അത് മാറി. പക്ഷേ പിന്നീട് അത് ഈ കണ്ണിന്റെ കൃഷ്ണമണിയിലെ വേദന മാറുന്നില്ല. ഞാൻ കണ്ണ് ഡോക്ടറെ കാണിച്ച പറഞ്ഞു വെള്ളെഴുത്ത് ഇത്യാദി വിഷയമുണ്ട്, അല്ലാതെ മറ്റൊന്നും അവർ പറഞ്ഞില്ല. നമ്മൾ ആദ്യം വിചാരിച്ച കണ്ണിന്റെ പ്രശ്നമാണ്. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ വേദന തിരിച്ചതുപോലെ അതികഠിനമായ വേദന. പ്രിയരെ, അത് പിന്നെ മാറുകയല്ല, ദിവസം പ്രാർത്ഥിച്ചിട്ട് മാറി. 10 ദിവസം വളരെ ക്ലേശകരമായ അനുഭവം. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് 9 ദിവസം, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ രാത്രി വന്നാൽ ഉറങ്ങാൻ കഴിയുന്നത് പില്ലോയെ തല കുത്തി നിൽക്കുകയാണ്, അതിവേദന. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, പച്ച മരത്തിൽ ഒരു കോടാലി വെട്ടി കീറിയാൽ അത് ജീവനില്ലാത്ത, എങ്കിലും അതിന്റെ ആ ഒരു ചിന്താഗതി എന്റെ ഉള്ളിൽ അതുപോലെ വെട്ടിക്കീറുന്ന ഒരു അനുഭവം. ആ തലയ്ക്കകത്ത് ഈ ഒരു ഭാഗത്തെ വേദന പറഞ്ഞാൽ ഇന്നും ഭയം തോന്നുന്ന വേദന. ഞാൻ 9ാമത്തെ രാത്രിയിൽ
8 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് എനിക്ക് നാളെ എന്നെ ഹോസ്പിറ്റലിൽ വിടാൻ വണ്ടി അയച്ചു തരണം. ദൈവത്തോട് ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു ഡോക്ടറെ കിട്ടണം. കാരണം നമുക്കറിയാം വിദേശ രാജ്യങ്ങൾ എമർജൻസിയിൽ ആദ്യം പോകേണ്ടത്, അല്ലെങ്കിൽ അവര് നമ്മളെ കെയർ ചെയ്യത്തില്ല, നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല. അപ്പോൾ എമർജൻസി ചെല്ലണമെങ്കിൽ ഒരുപക്ഷേ അത്രമാത്രം സിവിയർ ആയിട്ടുള്ള രോഗം എനിക്കൊന്നും പറയാൻ കഴിയില്ല. എന്റെ മാനേജർ പറഞ്ഞു രാവിലെ വണ്ടി വിടാം. എന്റെ കസിനാണ് വണ്ടി കൊണ്ടുവന്നത്. എന്റെ കസിൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഹോട്ടലില്. അപ്പോൾ രാവിലെ 5:35 ആയപ്പോൾ ഏകദേശം വണ്ടി കൊണ്ടുവന്നു. ഞാൻ ദൈവത്തോട് ഒറ്റ കാര്യം പ്രാർത്ഥിക്കും, കർത്താവ് ഒരു നല്ല ഡോക്ടറെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ കിട്ടണം. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഷിഫ്റ്റ് തിരികെയാണ് 6:02, 2:10, 10:06. അപ്പൊ നൈറ്റ് ഷിഫ്റ്റ് തീരാൻ ഒരു 15 മിനിറ്റുടെ ബാക്കിയുള്ളൂ. രാവിലെ 5:45 ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ ചെന്ന് എമർജൻസി ചെന്ന് എനിക്കൊന്നും അറിയില്ല. എന്നോട് ചോദിച്ചതാണ്, ഞാൻ പറഞ്ഞു തലവേദനയാണ്. പെട്ടെന്ന് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, BP മറ്റിന്റെ കാര്യങ്ങളൊക്കെ. അദ്ദേഹം CT സ്കാൻ എടുക്കാനെ കൊണ്ട് എന്നെ വിട്ടു. CT സ്കാൻ എടുത്തപ്പോൾ ബ്ലഡ് തലച്ചോറിനകത്ത് ക്ലോട്ട് ആയിരിക്കുക. പ്രിയരെ, ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഒരു സ്ത്രീയക്കാരൻ ഡോക്ടറാണ് എന്റെ ചീഫ്. അദ്ദേഹത്തോടൊപ്പം 7 ഡോക്ടേഴ്സ് ഉണ്ട്. അവർ അത്ഭുതപ്പെടുകയാണ്. അവരെന്നോട് പറയുന്നത്, നീ പാരലൈസ് ആയില്ലല്ലോ, നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ലല്ലോ, നീ മരണപ്പെടാവുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നുപോയത്. പക്ഷേ ഞാൻ നല്ല ഉറപ്പുള്ളവനായിട്ടായിരിക്കും. ഞാൻ എമർജൻസിയുടെ ബെഡിൽ കിടക്കുമ്പോൾ അന്ന് 10 ദിവസത്തേക്ക് ഞാൻ വീട്ടിൽ ഫോൺ ചെയ്തില്ല. എന്റെ ഭാര്യയും തൊട്ടടുത്തുള്ള കർത്താവിന്റെ ദാസനുണ്ട്. ആ കർത്തദാസി ഇവർ രണ്ടുപേരും കൂടെ എന്റെ മുറിക്കകത്ത് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കർത്താവിന്റെ ദാസി, ആ കർത്താവിന്റെ ദാസന്റെ ഭാര്യ പ്രാർത്ഥനയിൽ ദർശനം കണ്ടിട്ട് പറഞ്ഞു, ജോസ്റ്റാനെ ഒരു വെള്ളം കൊണ്ട് മൂടിപ്പോലെ ഒരു ബെഡിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്, പക്ഷെ മരിക്കത്തില്ല എന്നൊരു വാക്കൂടെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ആ സമയത്ത് അതുപോലെ അനുഭവത്തിൽ കൂടെ ഞാൻ ബെഡിൽ കിടന്ന MRIയുടെ മെഷീനിൽ കിടക്കുകയാണ്. അവിടെ MRIയുടെ എടുത്തു, ഒത്തിരി റിപ്പോർട്ടുകൾ വന്നു, ബ്ലഡ് ക്ലോട്ടായി. ഞാൻ ആ ഹോസ്പിറ്റലിൽ 10 ദിവസം അഡ്മിറ്റ് ആയി. പക്ഷെ ഞാൻ എപ്പോൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയോ ആ സമയത്ത് ദൈവസ്ഥ ഒരു തീരുമാനമെടുത്തു, ഇനി കർത്താവ് ഒരു ജോലി ഞാൻ ചെയ്യത്തില്ല. കർത്താവ് ഒരു ആയുസ് വരികയാണെങ്കിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു പോകും. ആ ബെഡിൽ കിടന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. എന്നിട്ട് അവിടെ മിനറൽ വാട്ടർ ചെറിയ കുപ്പിയിൽ, എല്ലാ 5 സ്റ്റാർ ലെവലിലുള്ള ഹോസ്പിറ്റലാണ്. എന്റെ അടുത്തൊരു കുപ്പിയിൽ വെള്ളം ഇരിപ്പുണ്ട്. ഞാൻ ആ കുപ്പിയിലെ വെള്ളം എടുത്ത് കൈ വെച്ചിട്ട് കർത്താവിനെ സ്വയം കർത്താവെ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ സർവശക്തനായ കർത്താവിന്റെ കരത്തിൽ ഞാൻ ഇത് ഏൽപ്പിക്കുകയാണ്. ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ അങ്ങ് കഴിയുമെങ്കിൽ ഇതൊരു പഥ്യമാക്കി, ഇതൊരു ദൈവപ്രവൃത്തിയാക്കി അടിയിൽ കുടിക്കുമ്പോൾ ദൈവഹിത പ്രകാരം എന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ഞാൻ ദൈവസന്നിധി കരത്തിൽ കൊടുത്ത് പ്രാർത്ഥിച്ചത്. അത് മടക്കി ഞാൻ ആ വെള്ളം കുടിച്ചു. പ്രിയരെ, ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഡോക്ടർമാർ നോക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. പക്ഷെ എനിക്ക് രോഗമുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതത്തിൽ ആകമാനം മാറ്റം. ആ 10ാമത്തെ ദിവസം വരെ എന്റെ തലയ്ക്കകത്ത് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയും. ഇന്ന് പറയുമ്പോൾ പേടി തോന്നും. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ എപ്പോൾ ദൈവസ്ഥ തീരുമാനമെടുത്തോ അപ്പോൾ മുതൽ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര ബലം, ഭയങ്കര ധൈര്യം. ഇന്നലെ ഞാൻ കർത്താവിന്റെ വചനം പറഞ്ഞപ്പോൾ എടുത്ത ശുശ്രൂഷിച്ചത് സദൃശ്യവാക്യം 14:26 യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ആ ഒരു വചനത്തെ ആസ്പദമാക്കി ഞാൻ ആ സമയത്ത് എന്റെ ഹൃദയത്തിനകത്തെ ധൈര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, എന്റെ സഭയിലുള്ളവര്, എന്റെ പാസ്റ്റർ വൈഫ്, അവരൊക്കെ വന്ന് കരയുക. കാരണം അന്ന് 40 വയസ്സ് പ്രായമാണ്. നല്ല പ്രായത്തില് നല്ല ജോലിയുള്ളപ്പോൾ ഞാൻ ദൈവസ്ഥ തീരുമാനം എടുത്തത് ഞാൻ അവരോട് അറിയിച്ചു, ഇനി നോ മോർ ജോബ്. ഞാൻ ഇനി നാളുകളായിട്ട് ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അതിനുവേണ്ടി ജോയിൻ ചെയ്യാൻ പോവുകയാണ്. കർത്താവിന് വേലയോളം ബന്ധത്തിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. അവരൊക്കെ പറഞ്ഞു, നോ, അങ്ങനെ പോകരുത്, നിന്റെ കുഞ്ഞുങ്ങൾ ചെറുതല്ലേ, നീ ഇപ്പൊ പോകരുത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം, ഞാൻ അവിടെ കിടന്ന് മനസ്സിലായി, ഇനിയും ഞാനൊരു ജോലിക്ക് പോയാൽ ഇനി എന്റെ വീട്ടിൽ പോകുന്ന ഒരു പക്ഷേ ശവപ്പെട്ടിയിലേ പോകത്തുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം കർത്താവ് പല സമയത്ത് ഒന്നല്ല ഒത്തിരി പ്രാവശ്യം എന്നെ പിടിപ്പിച്ചതാണ്. എന്നെ നടുവിനടിച്ചു. ഇപ്പോൾ എന്റെ തലയ്ക്കാണ് കർത്താവ് അടിച്ചിരിക്കുന്നത്. ഇറങ്ങാനുള്ള അവസരമാണ്, ലാസ്റ്റ് ചാൻസ് ആണ് ദൈവം എനിക്ക് തന്നതെന്ന് ഉൾബോധ്യമുണ്ട്. ഇനിയും ഞാനിത് മറുതലിച്ചാൽ എനിക്ക് ഉള്ളിലുള്ള തോന്നല്, എന്റെ ഹൃദയ വിചാരം, ഞാൻ ശവപ്പെട്ടിയിലെ വീട്ടിൽ പോകത്തുള്ളൂ. ജീവനോട് എനിക്ക് പോകാൻ കഴിയത്തില്ല. കാരണം പല സമയങ്ങളിലും കർത്താവിന്റെ വേല, കാരണം ഞാൻ പറഞ്ഞല്ലോ, പാളയിൽ കിടന്നപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ വിരൽ തുമ്പിൽ പിടിച്ചു പറഞ്ഞത്, കുഞ്ഞെ, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടു, അമ്മയുടെ ഉദരത്തിന് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടതുകൊണ്ട്, കർത്താവിന്റെ വിളിയുള്ളത് കൊണ്ട്, ഈ പലവിധമായ പ്രതികൂലങ്ങളും ശോധനകളും വന്നിട്ടും കർത്താവ് പിന്നെ നിർത്തിയത് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വലിയ താല്പര്യം അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ജോലി ചെയ്യത്തില്ല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. 10 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവസാനത്തെ 3 ദിവസം ന്യൂയോർക്കിൽ നിന്നുള്ള
വിസിറ്റിംഗ് പ്രൊഫസർ ആയിരിക്കുന്ന ഡോക്ടറാണ്, അമേരിക്കക്കാരന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് റിലീസ് വേണം. അതെന്ത് റിലീസ്? എന്നോട് ചോദിച്ചു, യു ഹാവ് ടു പേ, നിനക്ക് യു ഹാവ് എ മെഡിക്കൽ ഇൻഷുറൻസ് ഇൻ ഇന്ത്യ. ഞാൻ പറഞ്ഞു, സോറി സർ, ഐ ഡോണ്ട് ഹാവ് മെഡിക്കൽ ഇൻഷുറൻസ് ഇൻ ഇന്ത്യ. യു ഹാവ് ടു പേ ലോട്ട് ഓഫ് മണി. നിനക്ക് ധാരാളം പൈസ പേയ്മെന്റ് ചെയ്യണം. എത്ര രൂപ? ഞാൻ പ്രിയരെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ഞാൻ ഈ നടുവേദന കഴിഞ്ഞു, ഈ കണ്ണിന്റെ വേദന ഇങ്ങനെ ചെറുതായിട്ടുള്ളപ്പോൾ എന്റെ മാനേജർ വന്നിട്ട് പറഞ്ഞു, ചിലപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം, മിനിമം 10 മാസം കഴിയുമ്പോൾ അവധിക്കും, ചിലപ്പോൾ 3 വട്ടം എമർജൻസി ആയിട്ട് ആരുടെയെങ്കിലും ഭാഗത്തുള്ള ബന്ധങ്ങളൊക്കെ പോകുന്ന അവസരമുണ്ട്. എന്റെ മാനേജറുമായിട്ടുള്ള ബന്ധവും ടിക്കറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്നോട് 8ാമത്തെ മാസം എന്ന് പറഞ്ഞു, ഇപ്പോൾ വലിയ തിരക്കില്ല ജോസഫ്, യു വാണ്ട് ടു ഗോ ഹോം? യെസ്, ഐ ആം റെഡി സർ. ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ എടുത്തു, ഫില്ല് ചെയ്തു. പക്ഷെ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നീ ഇപ്പൊ പോകണ്ട. ഞാൻ ആ ആപ്ലിക്കേഷൻ ഡ്രോയറിന്റെ അടിയിലോട്ട് വെച്ചു, ഡ്രോയർ വലിച്ചിട്ട് ഡ്രോയറിൽ വെച്ചു. ആപ്ലിക്കേഷൻ ഞാൻ HR സബ്മിറ്റ് ചെയ്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയരി, ഞാൻ ആ അവധിക്ക് വന്നിരുന്നെങ്കിൽ, നാട്ടിൽ വെച്ച് ഈ അസുഖം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു 3 ലക്ഷം രൂപ കർത്താവ് ആയുസ് തരും, തന്നാൽ ഒരു 3 ലക്ഷം രൂപയെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. എന്റെ ഹൃദയത്തിനകത്തൊരു പ്രേരണ വന്നു. പക്ഷെ ദൈവം എന്നെ വിടിയിച്ചില്ല. ബൈ മിസ്റ്റേക്കില് 1000 ഖത്തർ റിയാല് ഒരു MRIക്ക് വേണ്ടി എന്റെ കസിന് കൊടുക്കേണ്ടി വന്നു. ആ 1000 റിയാല് പോലും എന്റെ മെഡിക്കൽ ഹോട്ടലിനുള്ളത് എനിക്ക് അത് റീഫണ്ട് ചെയ്തു തന്നു. ടാക്സി ഫെയർ പോലും എന്തെന്റെ കയ്യിൽ നിന്ന് മുടക്കിയോ അതെല്ലാം റീഫണ്ട് ചെയ്യും. 1 രൂപ പോലും ഹോസ്പിറ്റൽ മുടക്കാൻ എന്റെ ദൈവം ഇടയാക്കില്ല. കാരണം എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട്. ഇന്ന് പോലെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്. ഞാൻ 10ാമത്തെ ദിവസം 7ാമത്തെ ദിവസം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട്, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ, ഇവർ MRI പലതെടുത്തു, CT സ്കാൻ എടുത്തപ്പോൾ നാളുകളായിട്ട് എന്റെ ചെവിക്ക് ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് എനിക്ക് കൂടെ പനി വരും. ഞാൻ ആന്റിബയോട്ടിക് കഴിക്കും, ഒത്തിരി പൈസ. കാലെന്ന് ഭയങ്കര ചൂട് കയറി, നുറുകയെല്ലാം കൂടെ, മൂക്കെല്ലാം കൂടെ അതികഠിനമായി വേദന എടുത്ത്, ഇത് സൈനസ് കഫക്കെട്ട, വർഷങ്ങൾ കഫം, മാസങ്ങൾ കഫങ്ങൾ, ഇങ്ങനെ വരുന്ന ഒരു അനുഭവം. ചുമ, പനി വർഷത്തിൽ 3 പ്രാവശ്യം വരും. ഈ MRIയും CT സ്കാനും എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, യു ഹാവ് അനദർ ഡിസീസ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി? അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ തലച്ചോറിനകത്ത് ഒരു ബോൺ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നിന്റെ തലച്ചോറിനകത്ത് ഒരു ബോൺ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചു, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഓടണം, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ പോകണം, തണുപ്പ് കൊള്ളണം, ചൂട് കൊള്ളണം, കാലാവസ്ഥ പ്രതികൂലമാണ്, രാജസ്ഥാനിൽ പോകണം, ഡൽഹിയിൽ പോകും, UP-യിൽ പോകും, അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. ഇനി ഞാൻ തലച്ചോറിന് ഓപ്പറേഷനാണ്. ഞാൻ വളരെ ശക്തനായിട്ടാണ് ഇരിക്കുന്നത്. രോഗി എന്ന് ഡോക്ടർ പറയുന്നു, ഒരു ഡോക്ടറല്ല, പല ഡോക്ടർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു, സഭക്കാർ പറഞ്ഞു ഞാൻ രോഗിയാ. പക്ഷെ ഞാൻ ഹോസ്പിറ്റൽ ബെഡിൽ ഇരിക്കുമ്പോൾ ഞാൻ ശക്തനായിട്ടായിരിക്കുന്നത്. അന്ന് രാത്രി ഞാൻ ദൈവസ്ഥലിൽ കണ്ണുനീരൊഴുക്കി കർത്താവേ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു, ഇനി ഒരു ഓപ്പറേഷൻ വിധേയനാകണം. അപ്പോൾ അതിന്റെ മെയിൻ ഡോക്ടർ പറഞ്ഞു, മറ്റേ ഡോക്ടർ പറഞ്ഞു, നാളെ ഒരു CT സ്കാൻ എടുത്തിട്ട് നമുക്ക് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അടുത്ത CT സ്കാൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ നിനക്ക് തലച്ചോറിനകത്ത് ബോൺ ഇൻഫെക്ഷൻ അല്ല, നിന്റെ ചെവിക്കകത്ത് ഫ്ലൂയിഡ് കെട്ടി കിടക്കുകയാണ് പറഞ്ഞു. എന്നെ ENT ഡോക്ടർ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷനിലെ ENTയുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കാൻ പോവുകയാണ്. എന്നോട് ENT ഡോക്ടർ പറയാ, യു ഹാവ് എ ലക്കി പേഴ്സൺ. കാരണം സാധാരണ അദ്ദേഹത്തെ കാണാനെ കൊണ്ട് കിട്ടത്തില്ല, പക്ഷെ നിനക്ക് അദ്ദേഹത്തെ കാണാം. അദ്ദേഹം ചെന്ന് എന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹമാണ് മെഡിസിൻ എഴുതി തന്നത്. ഞാൻ പറയട്ടെ പ്രിയരെ, 1350 mgയുടെ ആന്റിബയോട്ടിക് ഗുളിക അന്ന് ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി മാത്രം 600 ഗുളികയാണ് തുടങ്ങുന്നത്. 600 ഗുളിക. എന്റെ നാക്കൊല്ലം പൊട്ടി. ഞാൻ പറയട്ടെ, എനിക്ക് ദീർഘവർഷങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നാളുകളായി അനുഭവിക്കുന്ന ഭാരം എന്റെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി വർഷങ്ങളായി. ഇപ്പൊ തന്നെ വളരെ കുറവാണ്, വളരെ കുറവായി. മറ്റേന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വല്ലാത്ത അസ്വസ്ഥയാണ്. പക്ഷെ ഒരു രോഗം പോയപ്പോൾ അടുത്ത രോഗം കൂടെ കർത്താവിടെ ഭേദമാക്കി തന്നു. ഇല്ല എങ്കിൽ ഞാൻ എത്ര ഡോക്ടറെ കണ്ടാലും അതിന് പൂർണ്ണമായിട്ടൊരു പ്രതിവിധി കാണാൻ കഴിയത്തില്ല. ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടതാണ്, ഒത്തിരി പൈസ മുടക്കിയതാ. പക്ഷെ ഇതിനോടനുബന്ധിച്ച് അതും ദൈവം എനിക്ക് മാറ്റി തരുവാൻ സ്വർഗത്തിലെ ദൈവന്റെ കർത്താവിനെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 3ാമത്തെ ദിവസം 10ാമത്തെ ദിവസം എന്റെ നിർബന്ധ പ്രകാരം ആ ഡോക്ടർ ഡിസ്ചാർജ് എഴുതി. എന്നോട് പറഞ്ഞു, 3 മാസം നീ ഇവിടെ തന്നെ വരണം, എല്ലാ ദിവസവും നിനക്ക് ഡോക്ടറെ കാണാൻ വരാൻ പറ്റും. കാരണം എന്താ? INR എന്ന് പറയുന്ന ഘടകം. പ്രിയരെ, ഞാൻ പറയട്ടെ, INR എന്ന് പറയുന്നത് അതുവരെ എനിക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലായിരുന്നു. ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കുന്ന, മനുഷ്യന്റെ ബ്ലഡിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അതിന്റെ മുകളിലും താഴെയും പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അതിന്റെ ടൂത്ത് നമ്മുടെ പല്ലിനിടയിൽ കൊണ്ട് ബ്ലീഡിങ് നിൽക്കാതെ വരാം. ഒരുപക്ഷെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ, അല്ല ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോൾ, അല്ല കത്തി കൊണ്ട് നമ്മുടെ കയ്യിൽ മുറിവേറ്റാൽ ബ്ലീഡിങ് നിൽക്കാതെ വരാം. അല്ല അതിന്റെ അളവ് കുറഞ്ഞാലോ കൂടിയാലോ ബ്ലഡ് ക്ലോട്ട് ആക്കി പോകും. അപ്പോൾ നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വർഗത്തിലെ ദൈവം INR ഒക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല ലെവലെ വെച്ചിരിക്കുന്നത് കൊണ്ടാ ഇന്ന് ഈ സമയത്ത് നമ്മൾ ക്ലോട്ട് ആകാതെയും അല്ല അത് ഓവർഫ്ലോ ആകാതെ ഇരിക്കും. അതൊക്കെ ദൈവത്തിന്റെ മഹത്വമാണ്. ആ സമയത്താണ് എനിക്ക് അറിയാനിടയായത്. ഡോക്ടറിനോട് പറഞ്ഞു, നീ 3 മാസം നിന്റെ പുക്കിളിന് ചുറ്റും
അല്ല, മസിലിന്റെ കൈയുടെ മസിലിന് ഈ ഇഞ്ചക്ഷൻ എടുക്കണം. എല്ലാ ദിവസവും 4 മണിക്ക് നീ ഇവിടെ വരണം. അപ്പോൾ തന്നെ എന്റെ പോക്കറ്റിൽ ഒരു റെഡ് കാർഡ് അവരിടും. കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞത് വാർഫറിൻ എന്നുള്ള ഗുളിക ഇഞ്ചക്ഷൻ ആയിരുന്നു ആദ്യം 15 mg ആണ്. എനിക്ക് തോന്നുന്നില്ല അത്രയും mg സാധാരണപ്പെട്ടവർക്ക് കൊടുക്കാറില്ല. കാരണം 2.5 5ഒക്കെയാ സാധാരണ കൊടുക്കുന്നത്. എനിക്ക് ആദ്യകാലങ്ങളിൽ 15. ഓരോ ദിവസവും കൈയുടെ വിരളിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് INR നോക്കിയതിനു ശേഷമാണ് ഇവർ ഇഞ്ചക്ഷൻ കുത്തുന്നത്. 3 മാസം ആ ഹോസ്പിറ്റലിൽ പോയി ഞാൻ അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് എന്റെ കാർഡ് എന്തിനാ പോക്കറ്റ് ഇട്ടെന്ന് ചോദിച്ചാൽ എന്നോട് ഡോക്ടർ പറഞ്ഞു, നീ എവിടെയെങ്കിലും തല കറങ്ങി ഹോസ്പിറ്റൽ എടുത്തോണ്ട് വന്നാൽ ഈ വാർഫർ എന്ന് പറയുന്ന ഗുളിക ഇഞ്ചക്ഷൻ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും പരിമിതമായിട്ടുള്ളത് പാനഡോളോ അല്ലെ പാരസെറ്റാമോൾ, തത്തുല്യമായ ഗുളിക, ഇത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വേറൊരു ഗുളിയെ തൊടാൻ പറ്റത്തില്ല. അതിനെന്ത് ചെയ്യണം? ഈ കാർഡ് ആരെങ്കിലും നിന്നെ അറിയാതെ എടുത്തോണ്ട് വന്നാൽ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നീ ഇത് ഉപയോഗിക്കുന്ന അല്ലെ ഇത് ഇഞ്ചക്ട് ചെയ്യുന്ന ആളാണെന്നുള്ളത് അവർക്ക് ബോധ്യമാകണം. വേറൊരു മരുന്ന് അതിന് പുറമെ കുത്തിവെച്ചാൽ മരണം സംഭവിക്കാം. ഭക്ഷണത്തിന് പോലും റെസ്ട്രിക്ഷൻ ആണ്. ഞാൻ ജോലി റിസൈൻ ചെയ്തു. പ്രിയരെ, എന്റെ GM എന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറഞ്ഞു, നീ പോകരുത്, നിനക്ക് വേണ്ട ജോലി ഞങ്ങൾ തരാം, നിനക്ക് എവിടെയാണ് ജോലി ചെയ്യാൻ കഴിയുന്നത്, നിനക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, നീ പോരെ. ഞാൻ അവരോട് പറഞ്ഞു, സോറി സർ, ഞാൻ നാളുകളായിട്ട് ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു, അത് പാസ്സായി, ഞാനൊരു മിഷണറി ആയിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ 3 മാസം എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി, പിന്നെ ഞാൻ എന്റെ ഹോസ്റ്റലിൽ പോയിട്ടില്ല, എന്റെ ഹോട്ടൽ അക്കോമഡേഷനിൽ പോയിട്ടില്ല. എന്റെ ഒത്തിരി കസിൻസ് ഉണ്ട്, മാറി അവരെന്നെ നിർബന്ധപൂർവ്വം ഓരോരുത്തർക്കും മാറി എന്നെ ട്രീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അവരുടെ സ്നേഹങ്ങളും അവരുടെ സന്തോഷങ്ങളും ഒത്തിരി അനുഭവിപ്പാൻ, എന്റെ ദൈവസഭയുടെ സ്നേഹം അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. പ്രിയരെ, ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഫാർമസിയിൽ അറബിയായിരിക്കുന്ന മനുഷ്യൻ പറയാണ്, you know how much you have to pay. ഞാൻ പറഞ്ഞു, I don't know sir, you have to pay 4,000 riyal this medicine. 4,000 റിയാൽ, ഇന്നത്തെ ഏകദേശം 1 lakh ഉറുപ്പയുടെ മരുന്നാണ് എനിക്ക് അവർ ഡിസ്ചാർജ് ചെയ്തപ്പോൾ തന്നത് ഫാർമസിയിൽ നിന്ന്. അതുകൊണ്ടാണ് അമേരിക്കക്കാരൻ ആ ഡോക്ടറിന്റെ വെച്ച്, നിനക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടോ? ഇന്ത്യ ഇല്ല. ഞാൻ പറഞ്ഞു, I don't know, you have to pay a lot of money. പ്രിയരെ, ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ എത്ര! നമ്മള് ലോകപ്രകാരം വൈദ്യന്റെ ആശ്രയിക്കുന്നു, ദൈവഹിത പ്രകാരം ദൈവമാണ് അവരുടെ കരങ്ങളെ നിയന്ത്രിക്കുന്നത്, ദൈവമാണ് അവർക്ക് ബുദ്ധി കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഫലമാണ് ഈ നന്മകൾ കാണുവാൻ ദൈവം സഹായിച്ചു, ഈ വിടുതൽ അനുഭവിപ്പാൻ. ഞാൻ 3 മാസം അവിടെ നിന്നു. 2010 ഏപ്രിൽ മാസം 12 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആ സമയത്ത് തന്നെ തീരുമാനമെടുത്തു, ഇനി ജോലിക്ക് പോകില്ല, കർത്താവിന് വേലയുള്ളവെന്ന്. അത് കഷ്ടമാണെങ്കിലും നഷ്ടമാണെങ്കിലും പട്ടിണിയാണെങ്കിലും കർത്താവിന് വേല ചെയ്യും. 3 മാസം ട്രീറ്റ്മെന്റിനുള്ള ബന്ധത്തിൽ നിന്നു. 2010 ജൂലൈ മാസം 23-ാം തീയതി എന്റെ എല്ലാ സെറ്റിൽമെന്റും കഴിഞ്ഞ് എന്റെ ചർച്ച എനിക്ക് സെൻഡ് ഓഫ് തന്നു. എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ സ്നേഹിച്ച് ഞാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തു. നാട്ടിൽ 2010 ജൂലൈ 24 വീട്ടിൽ വന്നു. അതിനുശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞ് ഞാൻ നേരെ കോട്ടയം ഷാലോം ബൈബിൾ കോളേജ് വടവാതൂര് കർത്താവിന്റെ വേലയോളം എന്ന ബൈബിൾ കോളേജിൽ പോവുകയാണ്. അവിടെ 3 വർഷം കർത്താവിന്റെ വചനം പഠിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ആ സാഹചര്യങ്ങളൊക്കെ പ്രിയരെ ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാനിടയായി. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഒത്തിരി കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ വഴികളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, എനിക്ക് പല സന്ദർഭങ്ങളിലും സമ്പാദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ എന്നെ കർത്താവിന് തന്ന കൃപ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവരെ സ്നേഹിപ്പാൻ, എന്റേതായ കാര്യങ്ങളെ മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ അല്ലെങ്കിൽ കൊടുക്കുവാനുമാണ് ദൈവം എനിക്കൊരു പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നത് ശരിയല്ല എങ്കിലും, എന്നെ തന്നെ പറയാൻ പാടില്ലെങ്കിലും, പലരും ചിന്തിക്കാൻ ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ പോറ്റാനോ വീടിന്റെ കാര്യങ്ങൾ നോക്കാനോ, പക്ഷേ പലപ്പോഴും എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ പരിവപ്പെടുന്നില്ല. കാരണം കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറന്നു, എന്റെ കർത്താവ് എന്നെ മാനിച്ചു. ഞാൻ കോട്ടയം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1 രൂപ എന്റെ പേഴ്സണൽ ബാലൻസ് വന്നു, 1 രൂപ. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, കാരണം കടം വാങ്ങിക്കത്തില്ലെന്നല്ലേ ആമേൻ ഹൃദയത്തിനകത്ത് പ്രേരണ. ഞാൻ എന്റെ വൈഫിന്റെ ഹോളിൽ നിന്ന് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവസന്ധി ഞങ്ങൾക്ക് ഒരു 4,800 രൂപയുടെ ആവശ്യമുണ്ട് ആ മാസം. ദൈവസന്ധി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഒരു സ്നേഹിതൻ, എന്റെ അളിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ, ഇതുപോലെ ഒരാള് ഒരു കർത്താവിന്റെ ദാസിന് വേണ്ടി 10,000 രൂപ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദൈവദാസിന് വേണ്ടി 10,000 രൂപ മാറ്റി വെച്ചിരിക്കുക, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. 2 ദിവസം എന്നെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു ആ സഹോദരൻ, റാന്നിക്കാരൻ. അളിയൻ അത് വാങ്ങിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാറില്ല എല്ലാവരുടെയും. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, പിറ്റേ ദിവസം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ വൈഫിനോട് കോഴഞ്ചേരി, കോട്ടയത്ത് നിന്ന് ബൈബിൾ കോളേജ് വരുന്ന സമയത്ത് കോഴഞ്ചേരി വെച്ച് എനിക്ക് കോൾ വന്നു. വീട്ടിൽ വന്ന് ഞാൻ വൈഫിനോട് പറഞ്ഞു, സാക്ഷാൽ ദൈവം ഇറക്കി തരിക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ ചോദിക്കാത്ത സാധനം, നമ്മൾ ആരോടും പോയി ചോദിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ വീടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിലരുടെ ഉറക്കത്തെ കെടുത്തുന്ന ദൈവമാണ്. ചിലരുടെ ഹൃദയത്തിനകത്ത് പ്രേരണ കൊടുത്തു. അതാണ് ദൈവപ്രവൃത്തി. അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന
ഒരാളാണ്. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ആ കാലഘട്ടത്തിൽ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞു, കുമ്മനാട് PG എടുത്തു. അതിനുശേഷം നോർത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒട്ടനവധി പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി. അപ്പോൾ തന്നെ എന്റെ ജീവിതത്തിന്റെ നോർത്ത് ഇന്ത്യയുടെ അനുഭവം ഞാൻ പറയുക. പ്രിയരെ, കർത്താവിന്റെ വേലയുള്ള ബന്ധം ഞാനൊരു പ്രാവശ്യം കടന്നു പോയപ്പോൾ ജയ്പൂരിൽ അവിടെയുള്ളതായ ഭരത്പൂരിലുള്ളതായ പാസ്റ്റർ ബിജു ജോസഫ് അവറുകൾ, അദ്ദേഹത്തോട് ചേർന്നാണ് ദീർഘവർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സുവിശേഷ തൽപരനായ ഒരു മനുഷ്യരാണ്, ഭയമില്ല. ഞങ്ങൾ ജയ്പൂരിൽ നിന്ന് 10,000 ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിള് ഒരു ടാറ്റ ട്രക്കിന് ഇറക്കി. 4,500 രൂപ വണ്ടിക്കൂലിയായി. ഞങ്ങൾ 12 പേര് കൂടി അവിടെയുള്ള UP-യുടെയും രാജസ്ഥാന്റെയും ഗ്രാമങ്ങൾ, 60 ഗ്രാമങ്ങളിൽ 48 ഗ്രാമങ്ങളിൽ പോയി 60 പരസ്യവും നടത്തി. ഒരു ദിവസം ഞങ്ങൾ 1,200, 1,300, 1,800 ബൈബിള് ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇന്നത് ഓർക്കുമ്പോൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ആ ദൈവം ഞങ്ങൾക്ക് തന്നെന്നറിയാം. ഒരു പ്രാവശ്യം UP-യിൽ ഞങ്ങളുടെ ബൈക്ക് കത്തിച്ചു. എനിക്കൊട്ടും താല്പര്യമില്ലാത്തതാണ് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ മീഡിയയിൽ കൂടെ ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഞങ്ങള് സുവിശേഷ പ്രവർത്തനമായിട്ട് 2 ബൈക്ക് എടുത്തുകൊണ്ട് പോയി. കത്തിച്ച ബൈക്ക് ഞങ്ങളുടെ ഒരു മലയാളി സഹോദരന്റെ ബൈക്കാണ്. പാസ്റ്റർക്ക് ഒട്ടും താല്പര്യമില്ല, കാരണം പാസ്റ്ററുടെ പഴയൊരു ബൈക്കാണ് അന്നത്തെ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 13 കൊല്ലത്തിന് മുമ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് വേറൊരാള് ബൈക്ക് എടുക്കാൻ താല്പര്യമില്ല, കാരണം സഭയിലെ വിശ്വാസിയുടെയാണ്. പക്ഷെ അദ്ദേഹം ഒരു തമിഴ് സഹോദരൻ ദൈവദാസന് കൊടുത്തിട്ട് പോയതാണ്. നാട്ടിൽ അവധിക്ക് പോയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആ ബൈക്ക് എടുത്തുകൊണ്ട് വന്ന ഞങ്ങൾ 2 പേര്, 2 ബൈക്കിൽ 4 പേര് 2 ദിവസത്തെ യാത്ര. ഭരത്പൂർ ചർച്ചിൽ നിന്ന് 135 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ UP-യുടെ ഗ്രാമത്തിൽ വന്നത്. ഞങ്ങളുടെ ഒരു ദൈവദാസന്റെ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ബൈക്ക് 2 എണ്ണം വെച്ചിട്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്ന് കട്ടിലിൽ വിശ്രമിച്ചിരുന്ന് അല്പം കഴിഞ്ഞപ്പോൾ ഭയങ്കര പുക, ഒരു 10-50 വീട് കത്തുന്ന പോലെ പുക കാണാം. നോക്കിയപ്പോൾ എന്ത് ചെയ്തു, അവിടുന്ന് ഒരാൾ വന്ന് പെട്രോൾ ഒഴിച്ചിട്ട് ഈ ബൈക്ക് കത്തിച്ചിട്ട് ഓടിക്കളഞ്ഞു. പ്രിയരെ, ഞങ്ങളെല്ലാം ഓടി. 100-300 പേര് പാർക്കുന്ന ഇന്ത്യയിലെ UP വൃന്ദാവൻ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ട് കണ്ടാൽ ഭയങ്കരമായിട്ടൊരു തീവ്രമായൊരു സ്ഥലമാണ്. അതിനകത്ത് ഞങ്ങളുടെ ബൈക്ക് കത്തിച്ചു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടും? അവസാനം ബൈക്ക് കത്തിച്ച് അതിന്റെ ഒരു സ്കെൽട്ടൺ ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിം മാത്രം. അതിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിയില്ല. അതാണ് ഏറ്റവും വലുത്. അവിടെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം, എരുമയെ കെട്ടിയിരിക്കുന്നത്, പുല്ലുമേഞ്ഞ വീടുകൾ. നമുക്കറിയാമല്ലോ UP-യിലെയും രാജസ്ഥാനിലെയും ഗ്രാമത്തിലെ വീടുകളുടെ അന്തരീക്ഷങ്ങൾ ഇതിനകത്താണ്. ആൾക്കാർ തിങ്ങിക്കൂടി. ഞങ്ങൾ ഓടിച്ചെന്നിട്ട് കുഴൽക്കിണറിലെ ട്യൂബിലുള്ള വെള്ളമൊക്കെ പമ്പ് ചെയ്ത് ആൾക്കാർ ഭവനത്തിലെ വെള്ളം കൊണ്ടുവന്ന് എല്ലാവരും ഒഴുകി. ഒരു കണക്കിൽ കൂടെ ഏകദേശം 10 മിനിറ്റോളം എടുത്തു അതിനെ അണയ്ക്കാനെ കൊണ്ട്. നോക്കി ഞങ്ങൾ ഒരു മുളയുടെ കമ്പ് എടുത്തിട്ട് ഇതിനെ മറിച്ചിട്ടു. അവസാനം ഞങ്ങൾ അവിടുന്ന് ഈ വണ്ടി എടുത്ത് പുറത്തു കൊണ്ടുവരണം. ഭയാനകമായ ഒരു അനുഭവമാണ്. പക്ഷെ ഗ്രാമക്കാർ സമ്മതിക്കത്തില്ല. പോലീസ് റിപ്പോർട്ട് വേണം. അവസാനം ആ കാര്യങ്ങൾ ക്രമീകരിച്ച് പിറ്റേ ദിവസം ഇത് രാജസ്ഥാനിൽ കൊണ്ടുവന്നു. വാങ്ങിച്ചാളിന്റെ മനോഭാവം വേറൊരു നിലവാരമായി. കാരണം ഇത് വിഷയം വളരെ ഗുരുതരമായിട്ട് വരാം, പല പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരാം, ശുശ്രൂഷയ്ക്ക് തടസ്സമാകാം. ഇത് വലിയ, പക്ഷെ ദൈവം അവിടെ എല്ലാം സൂക്ഷിച്ചു. ഞങ്ങൾക്ക് ഞാൻ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ നമുക്ക് പുതിയ ബൈക്കാണെങ്കിൽ ആ ദൈവദാസന് വാങ്ങിച്ചു കൊടുക്കാം. പുതിയ ബൈക്കാണെങ്കിൽ അവർക്ക് റീപ്ലേസ്മെന്റ് ബൈക്ക് ചെയ്തു കൊടുത്തു. ദൈവകൃപയാൽ അവിടെ ദൈവം മാനിച്ചു. ഞങ്ങൾ ഈ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2ാമത്തെ ദിവസം ആർസുകാർ ഞങ്ങളെ തടഞ്ഞു നിർത്തി. ഗുജർ എന്ന് പറയുന്ന ഗ്രാമം, ഇങ്ങനെയുള്ളതായ പല തീവ്രമായ ഗ്രാമങ്ങൾ. പക്ഷെ ഇന്ന് ചാരിതാർത്ഥ്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഓർക്കുവാൻ കഴിയും ആ പ്രവർത്തനം. ഇന്ന് അനേക ആത്മാക്കൾ, ഇന്ന് ഭരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിശ്വാസി ഹിന്ദിക്കാരില്ലാത്ത ഒരു കാലം 20 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. വളരെ കുറവ് മലയാളികളായിട്ടുള്ള ജോലിക്കാർ. ഇന്ന് മലയാളികൾ വളരെ കുറവ് ആ ദേശത്ത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ആയിരക്കണക്കിന് പേരാണ് ആരാധനയ്ക്ക് കടന്നു വരുവാൻ സഹായിച്ചത്. ഇതിന്റെ പിന്നിൽ ദൈവം പ്രവർത്തിച്ചു. അതിനൊക്കെ ഒരു എളിയ പ്രവർത്തനത്തിന്റെ നിലയിൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ദൈവം ഉപയോഗിച്ചുള്ളൂ. സർവശക്തനായ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ ദേശത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അവിടെ കടന്നു പോകുവാൻ, കർത്താവിന് വേലയ്ക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും നമ്മളെ ഏൽപ്പിച്ചാൽ അത് ചെയ്യുവാനുള്ള ഒരു മനോഭാവം ദൈവം തന്നിട്ടുണ്ട്. അത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ. അങ്ങനെ ബൈബിൾ കോളേജ് പഠനം കഴിച്ചു. ഞാൻ പത്തനംതിട്ട സെന്ററിനുള്ള ബന്ധത്തിൽ ആയ സമയങ്ങളിൽ പല സഭകളിൽ താൽക്കാലികമായ ശുശ്രൂഷയ്ക്ക് പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ നല്ല സഭകൾ കിട്ടി. ദൈവ നിയോഗം കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ എടുക്കാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പോൾ റീസെന്റ് എന്റെ ജീവിതത്തിൽ 2 ഓപ്പറേഷൻ നടക്കേണ്ടി വന്നു. 2 ഓപ്പറേഷൻ. ആ സാഹചര്യത്തില് ഞാൻ വളരെ വേദനയോടെ എന്റെ കിടക്കയിലായിരിക്കുന്ന സമയത്ത്, ഈ വർഷത്തിന്റെ പ്രാരംഭ മാസങ്ങളിലാണ് എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തന്നു, നീ എഴുന്നേറ്റാൽ ഉടൻ ഒരു ദൈവദാസന്റെ അടുത്ത് പോകണം. അപ്പൊ കർത്താവിന്റെ വേല ആ സമയത്ത് സഭാ ശുശ്രൂഷ ഇല്ല. ഞാനിങ്ങനെ നിൽക്കുകയാണ്, പ്രാർത്ഥിച്ച് വളരെ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. കർത്താവെ, അങ്ങ് എവിടെയാണ് അയക്കുന്നത്? അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി പോകാൻ വളരെ താല്പര്യത്തോടിരിക്കുക. പക്ഷെ ഞാൻ ഈ ആദ്യത്തെ ഓപ്പറേഷനിൽ ഞാൻ 5 ആഴ്ച പ്രേരണ പോകാതെ എന്റെ ബെഡിൽ കിടക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ പ്രേരണ തന്നു. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ആദ്യം ചെല്ലുന്നത്
ഒരു ദൈവദാസൻ, ആ ദൈവദാസന്റെ പേര് തന്നു. എനിക്ക് വളരെ പരിചിതനാണ്. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം എന്റെ ഹൃദയത്തെ പ്രേരണ വന്നു. എന്താ പറഞ്ഞത്? നീ ആ ദൈവദാസന്റെ ചർച്ച ചേരണം, അദ്ദേഹത്തിന്റെ താഴെ നീ അവിടെ തറയിലിരിക്കണം, അദ്ദേഹത്തിന്റെ കൈ നിന്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഇത്രയും എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ എന്റെ ഭാര്യയോട് ആ കാര്യം അന്നേരം തന്നെ പറഞ്ഞു. പക്ഷെ എഴുന്നേറ്റ് ഞാൻ യോഗത്തിന് പോയി. 1.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ ദൈവദാസന്റെ അടുത്ത് പോയില്ല. എന്റെ ഭാര്യയോട് ചോദിച്ചു, അന്ന് പറഞ്ഞ കാര്യം ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിനാണ്. ഞാൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു. പാസ്റ്റർ അന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ വന്നാൽ മതി, പ്രാർത്ഥിക്കും. ഞാൻ അന്ന് തന്നെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ, അന്നത്തെ കാര്യം, പാസ്റ്റർ കാര്യം ചെയ്യും, നാളെ കഴിഞ്ഞുള്ള ദിവസം വരാൻ പറഞ്ഞു. ആ വ്യാഴാഴ്ച ദിവസം ഞാൻ അവിടെ ചെന്നു. ദൈവദാസന്റെ പാഴ്സൽ ചെന്ന് ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞു. ഞാൻ ഭാര്യയും അദ്ദേഹത്തിന്റെ കുടുംബവും ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂർ 7 മണിയായപ്പോൾ ഞങ്ങൾ ഹോളിൽ കയറി. ഞാനും വൈഫും പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുട്ടുമടക്കി. ഞാൻ തറയിൽ മുട്ടുമടക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കൈ എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച അന്ന് രാത്രി അവിടെ വെച്ചാണ് ഈ മുട്ടത്തുപാറ കോതമംഗലത്തുള്ള ദൈവസഭയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി. അതുവരെ ഇങ്ങനെ കോതമംഗലത്ത് മുട്ടത്തുപാറ എന്നുള്ള സ്ഥലം അറിയത്തില്ല. കോതമംഗലം കേട്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ കോതമംഗലത്ത് വന്നിട്ടില്ല. മൂവാറ്റുപുഴ യാത്ര ചെയ്തിട്ടുണ്ട്, കോതമംഗലം വരെ വന്നിട്ടില്ല. അന്ന് രാത്രിയിലാണ് ഈ ദേശത്തേക്ക് കർത്താവിനെ നിയോഗിക്കാൻ ആദ്യത്തെ അവസരം. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, അവിടെ കൊണ്ട് തീർന്നില്ല. ആ അസുഖം കഴിഞ്ഞു. രണ്ടാമത് എനിക്ക് ഗ്യാസ് സംബന്ധമായിട്ട് വയറിന് വളരെ പ്രയാസം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഡോക്ടറെ ജസ്റ്റ് നോർമൽ ഒന്ന് കാണിക്കാൻ പോയതാ പത്തനംതിട്ട. ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറിന്റെ വയറും ആകമാനം ഒക്കെ കണ്ടിട്ട് സ്കാനിങ്ങിന് വിട്ടു. സ്കാൻ ചെയ്യാൻ കൊണ്ട് സ്കാനിങ് സെന്ററിൽ ചെന്നു. സ്കാനിങ് സെന്ററിൽ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ സഹോദരിയുണ്ട്. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറും അത്ഭുതപ്പെടുന്നു, സഹോദരി അത്ഭുതപ്പെടുന്നു. എന്നോട് പറഞ്ഞു, ജോസ്റ്റായ ഭയപ്പെടല്ലേ, പേടിക്കല്ലേ, ജോസ്റ്റാൻ മൂത്രമായി തടസ്സമുണ്ടോ, ബ്ലീഡിംഗ് ഉണ്ടോ, മറ്റൊന്നും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുവരെ അങ്ങനെയുള്ള കുഴപ്പമില്ല, ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, മൂത്രം പോകുന്നതിന് ചെറിയൊരു തടസ്സം, അല്ലാതെ എനിക്ക് മറ്റൊരു ബ്ലീഡിംഗ് ഒന്നുമില്ല. പക്ഷെ ജോസ്റ്റായ പേടിക്കല്, ചില പ്രയാസമുള്ള കാര്യമാണ്. യൂറിൻ ബ്ലാഡറിനകത്തൊരു ഗ്രോത്താ കാണുന്നത്. അവര് തകർന്നു പോയി. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സഹോദരിയെ തകർന്നു പോയി. എന്ത് ചെയ്യണം? ഞാൻ ഈ റിപ്പോർട്ടുമായി ഡോക്ടറെ അടുത്ത്. ഡോക്ടർ വളരെ ആശ്ചര്യപൂർവ്വം എന്നെ നോക്കുന്നു. എന്നോട് ചോദിച്ചു, അങ്കിളെ എങ്ങോട്ടാണ് പോകുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് എടുത്തു പറഞ്ഞു, പുഷ്പയിൽ ഡോക്ടറുണ്ട്, യൂറോളജിസ്റ്റ്, ഡോക്ടർ നെബു ഐസക് മാമന്. അദ്ദേഹത്തിന് എനിക്ക് കണ്ടു പരിചയമുണ്ട്, അല്ലാതെ പരിചയമില്ല. കാരണം എന്റെ അമ്മയുടെ ട്രീറ്റ്മെന്റിനോട് ബന്ധത്തിൽ ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ബോർഡുകളും അദ്ദേഹത്തെ നോർമലി കാണും. അദ്ദേഹം പറഞ്ഞു, ആ ഡോക്ടറെ അടുത്ത് പോയാൽ മതി. ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന, കാരണം ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്, യൂറോളജിയുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്നു കേരളത്തിൽ, മീൻസ് അതിന്റെ തലവനായിട്ടൊക്കെ ഉണ്ട്. അപ്പം എടുക്കാനായിട്ട് എന്നോട് പറഞ്ഞു, അത് മാത്രം മതി. ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഡോക്ടർ നെബു ഐസക് മാമനെ കണ്ടു. അദ്ദേഹം പിന്നെ റിപ്പോർട്ട് എടുത്തില്ല, ഒരു സ്കാൻ ചെയ്തില്ല. അടുത്ത ഓപ്പറേഷൻ ഡേറ്റ് ആണ് തീരുമാനിക്കുന്നത്. അന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കടന്നുപോയ സുഹൃത്തോടുള്ള ചർച്ചകളുടെ ഒരു മീറ്റിംഗാണ്. ഞാൻ അതുകൂടെ പറയാൻ ഇത്തരത്തിൽ ഓർപ്പിക്കുക, ദൈവാത്മ ഓർമ്മ തന്നതുകൊണ്ട്. ഞാൻ ആ മീറ്റിംഗിൽ കടന്നു. ആ മീറ്റിംഗ് നേരത്തെ ബുക്ക് ചെയ്ത് എടുത്തതുകൊണ്ട് ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് ഈ ദിവസം, നാളത്തെ ദിവസം. ഓക്കെ, അത് കഴിഞ്ഞുള്ള ദിവസം നമുക്ക് ഓപ്പറേഷൻ ഡേറ്റ് തരികയാണെന്ന് പറഞ്ഞു. ഞാൻ ആ ചർച്ചിൽ പോയി. പ്രിയരെ, ഇതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി ആ ചർച്ചിനകത്ത്. കുറച്ചു പേരേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ വിഷയം പറഞ്ഞു. ഒരു ആത്മീയ ശുശ്രൂഷ വചനത്തിനകത്ത് നടന്നപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് എണ്ണിപ്പറയത്തക്ക ശുശ്രൂഷകൾ നടന്നതിൽ ഒരു ശുശ്രൂഷയായിരുന്നു. ഞാൻ ആ ചർച്ചിൽ സൗഖ്യമായി കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി ആ ചർച്ചിൽ അവരോട് നന്ദി വാക്ക് പറയേണ്ടി വന്നു. കാരണം ദൈവം അത്രമാത്രം മറക്കളാണ് എന്റെ ജീവിതത്തിൽ ദൈവം തന്നത്. ആ ചർച്ച് എന്നോട് കാണിച്ച സ്നേഹം, എന്നോട് കാണിച്ച ആദരവ്, അതിലുപരിയായിട്ട് അന്ന് നടന്ന മീറ്റിംഗിന്റെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരം, അതിൽ നിന്ന് ഞാൻ ഓർത്ത ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ മടങ്ങി. അപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് പോയി. ബുധനാഴ്ച ഓപ്പറേഷൻ വിധേയനാകുന്നതിന് മുമ്പ് എന്റെ വൈഫിനോട് ഡോക്ടർ പറഞ്ഞത്, റേഡിയേഷൻ എടുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 2 ഡോക്ടർമാർ അതുപോലെ ലാബില് അവർ സ്കാൻ ചെയ്തെടുത്ത് 3 പേരുടെ തീരുമാനം, ഇതൊരു ക്യാൻസർ രോഗമാണ്, ഇതൊരു ക്യാൻസർ ആണ്. കാരണം അവർ ഉറപ്പിച്ചു. പക്ഷേ പ്രിയ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ 6 ദിവസം പുഷ്പയിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. ഞാൻ പറയട്ടെ, ഞങ്ങൾ ചെന്ന ദിവസം, പിറ്റേ ദിവസം ഓപ്പറേഷൻ, അടുത്ത ദിവസം 4ാമത്തെ ദിവസം, 2 ദിവസം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളൂ. അടുത്ത ദിവസം 6 ദിവസം എന്ന് പറഞ്ഞെടുത്ത് എന്റെ ബ്ലീഡിങ്, ഒട്ടും യൂറിനകത്ത് ബ്ലീഡിങ് ഇല്ല. ഡോക്ടർ നോക്കുമ്പോൾ അത്ഭുതമാണ്, വളരെ പെട്ടെന്ന് തന്നെ റിലീഫ് ആവുന്നു. ഒരു വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ആണ്. എന്നിട്ട് പറഞ്ഞു മാർച്ച് 7-ാം തീയതി 15-ാം തീയതി മാർച്ച് 7-15 നിന്റെ ഫസ്റ്റ് ഒ പി ചെല്ലണം, ബയോപ്സി റിപ്പോർട്ട് വരും. ഈ ചെല്ലുന്ന 2 ദിവസം മുന്നേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ സംഭവമാണ്. എന്നോട് പറഞ്ഞു, ഡോക്ടറുടെ ചെമ്പറിൽ ഒ പി ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നീ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമല്ലോ, ഡോക്ടറെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവാത്മാവ് ഹൃദയത്തിൽ നിന്ന് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്മാറത്തില്ല. അത് ദൃഢനിശ്ചയത്തോടെ ഞാൻ പോകും. ഞാനും വൈഫും മോളും കൂടെ ഒ പി ചെന്നു. അന്ന് റിപ്പോർട്ട് കിട്ടും ബയോപ്സിയുടെ. എല്ലാവരും ആകുലരാണ്. സഭയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദേശക്കാര്, അറിയുന്നവരും ബന്ധുമിത്രാദികളും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്ന ചോദ്യം ക്യാൻസർ ആകാം എന്നുള്ളതാണ്. ഡോക്ടർ പോലും തീരുമാനിച്ചു.
അവസാന റിപ്പോർട്ട് എടുത്തപ്പോൾ ബയോപ്സി നെഗറ്റീവാണ്. വളരെ പ്രിയരെ, ജീവിതത്തിൽ അവർക്ക് പോലും സംശയമുളവാക്കുന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചോ? അദ്ദേഹം ഈ കാര്യം എന്ന് പറഞ്ഞു, ബയോപ്സി ഓക്കെ, നോർമൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടർ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹത്തിന്റെ ടേബിളിൽ അല്പം കുനിഞ്ഞു, ഒന്ന് പുഞ്ചിരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മെഡിക്കൽ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം കാണുന്നതും കേൾക്കുന്നതും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടറെ പ്ലീസ് ക്യാൻ ഐ പ്രേ? ഷുവർ. ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഡോക്ടർക്ക് വേണ്ടി, ഇവിടുത്തെ പ്രവർത്തനത്തിന് വേണ്ടി. കാരണം ദൈവം വിടുവിച്ചു എന്നുള്ളതല്ല എനിക്ക് അന്ന് ബോധി. എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം ഡോക്ടറുടെ ചെമ്പറന്ന്. അവിടെ നിന്ന് ഞങ്ങൾ 5 പേരുണ്ട്, ഞാനും വൈഫും ഡോക്ടറും നേഴ്സും അസിസ്റ്റന്റ് ഡോക്ടറും, ഞങ്ങൾ 5 പേര് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവസ്ഥൽ അവരെ ഏൽപ്പിച്ചു. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്റെ പ്രിയരെ പുറത്തിറങ്ങി ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിൽ വന്നു. ഡോക്ടറിനോട് പറഞ്ഞു, 1 മാസം കഴിഞ്ഞ് ഇതുപോലൊരു പ്രൊസീജിയർ ഒരുപക്ഷെ ചെയ്യേണ്ടി വരും, കാരണം ഞാൻ ഇതുവരെ പോയില്ല. കൃപയാൽ യാതൊരു കുഴപ്പവും ശരീരത്തിൽ തോന്നുന്നില്ല, പ്രയാസങ്ങളില്ല. ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് എന്നോട് പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ശരത് തോമസ് എന്നോട് പറഞ്ഞു, ഞങ്ങളെ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ഈ റിപ്പോർട്ട് അദ്ദേഹം കസേരയിൽ ചാടി എഴുന്നേറ്റു. എന്നോട് പറഞ്ഞു, ഞാൻ 90% പ്രതീക്ഷിച്ചത് ഇത് ക്യാൻസർ ആണ്. അദ്ദേഹം ഒരു മർത്തോമാക്കാരനാണ്. ഞങ്ങൾ കൈ കൊടുത്തു പിടിച്ച്, ഞാൻ പറയാം, പേഷ്യന്റ് നിറഞ്ഞ് പുറത്തു നിൽക്കുക ഒപ്പിയില്. ഞാൻ ചോദിച്ചു, ഡോക്ടറെ പ്രാർത്ഥിക്കുക. എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്ക്. ഞാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, അത്ഭുതങ്ങൾ കാണുന്നത് അങ്കിളെ ഞങ്ങളാണെന്ന് പറഞ്ഞു. മറ്റുള്ളവരല്ല അത്ഭുതങ്ങൾ കാണുന്നത്, ഇത് അത്ഭുതത്തിൽ ഒന്നാന്ന് പറഞ്ഞു. അത്ഭുതങ്ങൾ കാണുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു. എന്റെ ഹൃദയം നന്ദി. ഞാൻ ഡോക്ടർ കൈ കോർത്ത് പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. ഡോക്ടർ എന്നെ കലത്തിൽ ഉയർന്ന മനുഷ്യനാണ്, വിദ്യാഭ്യാസം കൊണ്ട് ഔന്നത്തിൽ നിൽക്കുന്ന. പക്ഷെ ദൈവകൃപ കടന്നു വന്നു കഴിഞ്ഞാൽ ഡോക്ടറും നമ്മളും പിന്നെ തിരിച്ചല്ല. അത് ദൈവമാണ് അവിടെ വലുത്. അത് ഞങ്ങൾക്ക് അവിടെ ബോധ്യമായി. അദ്ദേഹം ശാന്തനായ, സൗമ്യനായ, ചെറുപ്പക്കാരനായ മനുഷ്യൻ എന്നെ ചേർത്ത് നിർത്തി ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് അദ്ദേഹത്തിന് വേണ്ടി, ഈ അത്ഭുതത്തിന് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവകൃപയൊന്ന് മാത്രമാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക ദൈവം എന്റെ ജീവിതത്തില് ഈ ധന്യമായ നിമിഷങ്ങൾ. ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് പോകുന്നത്, ഖാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ട് പറഞ്ഞു, ഈ ദൈവത്തിന്റെ മഹത്വമാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ ലാസറുടെ കല്ലറയ്ക്കൽ വന്നിട്ട് ദീനമായി കിടന്ന് 4 ദിവസമായിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് സഹോദരിമാര്, അയ്യോ അങ്ങയുടെ പ്രിയനായ ലാസർ മരിച്ചത് ദീനമായി കിടന്ന് അങ്ങ് അറിഞ്ഞില്ലേ? പക്ഷെ അവിടെ പറയുന്ന ഒരു പദമുണ്ട്, ഇത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ്. നിങ്ങളുടെ മുൻപിൽ നാട്ടമാണ്, നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് ലോകക്കാർ വിധി എഴുതിയതാണ്. ഇത് കല്ലറയ്ക്കകത്ത് കിടക്കുന്ന സാധനം. പക്ഷെ തമ്പുരാൻ വന്ന് ലാസറെ എന്ന് വിളിച്ചാൽ ഇത് പുറത്തു വരുന്നതാണ്. ആ ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ എന്റെ കർത്താവ് എന്നെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്റെ പ്രിയ ജീവിതത്തിന്റെ അനുഭവങ്ങള്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ എത്രയോ അത്ഭുതമായ വിടുതലാണ്. ആ ഡോക്ടർ അത്ഭുതപ്പെട്ടു. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് പിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ കോതമംഗലത്ത് കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ കഴിഞ്ഞ 4.5 മാസത്തോളമായി ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിച്ചു. ഞാൻ പറഞ്ഞത്, എന്റെ മൂത്ത മോൾ സാറ ജോസഫ്, ഇളയ മകൾ ഷാരോൺ ജോസഫ്, അവൾ പഠനത്തോടുള്ള ബന്ധത്തിൽ പോണ്ടിച്ചേരിയിലായിരിക്കുന്നു. അവൾ 1ാം വർഷം BSc നഴ്സിംഗിന് പഠിക്കുകയാണ് പ്രിയ പൈതല്. അപ്പോൾ എന്റെ മകളുടെ BSc നഴ്സ് പൂർത്തിയായി. അവിടെ പഠനത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നു. അവിടെ ജനനത്തോടുള്ള ബന്ധത്തിൽ തന്നെ പലപ്പോഴും പ്രതികൂലങ്ങൾ. അവൾ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഈ 2 കുഞ്ഞുങ്ങളും 119 സങ്കീർത്തനം അവർ കാണാതെ പറഞ്ഞ് ആത്മീക പൈതൃകമുള്ളവരാണ്. അവരെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബോധറിയുമില്ല. കാരണം അവർ ദൈവകൃപയിൽ വളരുന്നു. അവരെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പറയണ്ട, ഉപവസിക്കാൻ പറയണ്ട, പഠിക്കാൻ പറയണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ അവരെ കുറിച്ച് യാതൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് സഭയ്ക്കും സാക്ഷ്യമാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യമാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പലപ്പോഴും പ്രതികൂലമുണ്ടായിരുന്നു. അവിടെ BSc നഴ്സിംഗിന്റെ അവസാന ഫൈനൽ എക്സാം നടക്കുമ്പോൾ കുഞ്ഞിന് ഡെങ്കിപ്പനി. പക്ഷെ മെഡിക്കൽ ചെക്കപ്പിൽ അവിടെ ആകെ പനി, മംഗലാപുരത്ത് വളരെ പ്രതികൂലം. കുഞ്ഞിന് കടന്നു പോകാൻ കഴിയുന്നില്ല. പക്ഷെ ആ സാഹചര്യത്തിൽ എക്സാം ഒക്കെ എഴുതി. അങ്ങനെ ഇരിക്കുമ്പോൾ അവള് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് IELTS എഴുതി നല്ല സ്കോറിൽ 7.5 പാസ്സായി. അതിന് മണിപ്പാലില് ഇവക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവള് CBSE ഇവക്ക് A+ ആയിരുന്നു. 12 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മെഡിസിൻ ഒക്കെ പോകണമെന്ന് വിചാരിച്ച് പറ്റിയില്ല, ഞങ്ങളെ കൊണ്ട് സാഹചര്യം. അപ്പോൾ ഇവൾ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഇവൾ ആപ്ലിക്കേഷൻ BSc നഴ്സിന്, ഞങ്ങൾ അറിഞ്ഞില്ല 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിരിക്കും. അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അതിശയപ്പെട്ടു. കാരണം സാധാരണ ഇന്റർവ്യൂവിന് പോയാൽ കിട്ടത്തില്ല മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഇതെങ്ങനെ തിരക്കിയപ്പോൾ ഞങ്ങൾ അകത്തൂടെ 1-2 പേര് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ തിരക്കിയപ്പോൾ ഇവരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സ്പോട്ട് അഡ്മിഷൻ 5% അങ്ങനെ കിട്ടിയതാണ്. പക്ഷെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. അവരാദ്യം ഇവർ ഓപ്പൺ ആയിട്ടൊന്നും പറയത്തില്ല. ആദ്യം പറഞ്ഞു 1,30,000 രൂപ അയച്ചു കൊടുക്കണം. ഞങ്ങൾ അയച്ചു കൊടുത്തു. പിന്നീട് വന്നത് അക്കോമഡേഷൻ ഫുഡിനെല്ലാം കൂടെ 80,000. അപ്പോൾ ഒരു വർഷത്തിൽ 5 കൊല്ലം മുമ്പ് ഒരു 2.25 ലക്ഷം രൂപ വേണം.
എന്റെ പ്രിയരെ, ഞങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടക്കത്തില്ല. ഞങ്ങൾ വളരെ വേദനയോടെയാണ് മാനേജ്മെന്റ് HR ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, പഠിപ്പിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് പ്ലീസ് ആ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. അവര് 11,000 രൂപ അവരുടെ പ്രോസസിംഗ് ചാർജ് എടുത്തിട്ട് 1,24,000 രൂപ ബാങ്കിൽ റിട്ടേൺ. കുഞ്ഞിന് വളരെ പ്രയാസമായി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മണിപ്പാൽ മെഡിക്കൽ കോളേജ് ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജാണ് ഇന്ത്യയിലെ. നല്ല കോളേജ്, പഠിച്ചാൽ നല്ല സാധ്യതയുള്ളതാണ്. പക്ഷേ അവർക്ക് കിട്ടി. ഞങ്ങൾ വേറൊരു കോളേജിൽ പോയി അവിടെ പഠനത്തിനകത്ത് 2 മാസം ട്രെയിനിങ്ങിന് ഈ മണിപ്പാലിലാണ് പോയത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ്, എല്ലാം കൊണ്ടും നല്ല ഹോസ്പിറ്റലാണ്. അവർക്ക് കിട്ടിയ ചാൻസ് കളഞ്ഞു പോയല്ലോ. പലപ്പോഴും ദുഃഖിച്ചിട്ടുണ്ട്. അവിടെ അമ്മയോട് പരിഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പരിഭവമല്ല. അയ്യോ അമ്മ കിട്ടിയതല്ലേ, കിട്ടിയതല്ലേ പോലും, കുഴപ്പമില്ല മോളെ, ദൈവം കരുതിക്കോളും, ദൈവം കരുതും. ഞാൻ പറയട്ടെ പ്രിയരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവക്ക് 3 പ്രാവശ്യം മണിപ്പാലിന്റെ മെഡിക്കൽ കോളേജുകളിൽ ഇന്റർവ്യൂവിന് പോയി. കാരണം അവൾ ട്രെയിനിങ്ങിന് ചെന്നപ്പോൾ ആ ഹോസ്പിറ്റലുമായിട്ടൊരു ഒരു അറ്റാച്ച്മെന്റ്. 3 പ്രാവശ്യം അവള് ഇന്റർവ്യൂവിന് പോയി. അവക്ക് നല്ലൊരു പാക്കേജിൽ അവിടെ മണിപ്പാലിൽ നമുക്ക് ജോലി കിട്ടി. കഴിഞ്ഞ ജൂലൈ മാസം 15-ാം തീയതി ആ ജോലി ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മുട്ടത്തുപാറ വന്ന് ഇവിടുത്തെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന 2 മാസം മുമ്പ് നടക്കുക. 4 ദിവസം ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച പ്രാർത്ഥന തുടങ്ങുന്നു. രാവിലെ സമയം ഞാൻ പോലും അറിഞ്ഞില്ല, അവൾ സാന്റാമോണിക്ക ഏജന്റിനെ വിളിക്കുന്നു. നോർമൽ പ്രൊസീജിയറിൽ എങ്ങനെയാണ് UK, കാരണം IELTS പാസ്സായി, ഒരു ജോലിയുള്ള ബന്ധത്തിൽ എപ്പോഴാണ് എനിക്ക് പോകാൻ സാധ്യത വരുന്നത്? അവർ പറഞ്ഞു IELTS എഴുതിയെടുത്തിട്ട് ഇപ്പോൾ 6 മാസം ആകുന്നു, 1 വർഷത്തെ ജോലി ചെയ്യണം, അത് കഴിഞ്ഞതിന്റെ പ്രോസസ്സിംഗ് ഒരു പക്ഷേ 6 മാസം എടുക്കും. അപ്പോൾ നിന്റെ IELTS കാലാവധി ഒരു പക്ഷേ കഴിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിനക്കൊരു ബെറ്റർ ചാൻസ് ഞങ്ങൾ പറയുന്നു, നീ ഇതിന്റെ ഹയർ മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടി UK നോക്ക്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 7-8 ലക്ഷം രൂപ കൊണ്ട് ഷോ മണി കാണിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ കാര്യം ഇങ്ങനെ വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആരോട് കടം ചോദിക്കണമെന്ന് താല്പര്യമില്ല. എന്റെ ഏറ്റവും ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരോട് ഞാൻ എൻ്റെ ഒരു ആന്റിക്ക് മെസ്സേജ് ഇട്ടു, മകൾ ഇതുപോലെ UK പോകാൻ ആഗ്രഹമുണ്ട്, നല്ല കാര്യം എന്ന് അവർ പറഞ്ഞു. അവർ ആ സമയത്ത് അവധിക്ക് നാട്ടിലോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം 5-ാം തീയതി ഞങ്ങള് 6-ാം തീയതി വീട്ടിലോട്ട് പോവുകയാണ്. മുത്തത്ത് പറയുന്നത് ഗോതമംഗലത്ത് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വിളിച്ചു, നിങ്ങൾ ഇതുവഴി വരണം, പിന്നെ കാണാൻ അവസരം കിട്ടത്തില്ല, 1 മാസം കൊണ്ട് ഞങ്ങൾ അതിനിടയ്ക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്നതിന്റെ തലേ ദിവസം എനിക്ക് ഒരു ശനിയാഴ്ച ദിവസമാണ് ഇതിന്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ 22 ലക്ഷം രൂപ ഷോ മണി കാണിക്കണം ബാങ്കില്. എന്റെ പ്രിയരെ, എങ്ങനെ കാണിക്കാൻ പറ്റും? 10 പേരോട് നമുക്ക് കടം ചോദിക്കാൻ പറ്റും? ആരോട് ചോദിക്കാൻ പറ്റും? ഞങ്ങൾ ആ കാര്യം മോൾ തന്നെ പറഞ്ഞു, പപ്പ അമ്മേ വേണ്ടായി, നമുക്ക് ആ കാര്യം വേണ്ട, കാരണം നമ്മളിവിടെ നടക്കത്തില്ല. ഞങ്ങൾ ആ കാര്യം വേണ്ട എന്ന് മാറ്റിവെച്ച സാഹചര്യം. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് അവർ ചോദിച്ചു. അവസാനം ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ അവിടെ സംസാരിച്ചു. ഈ കാര്യം ഒന്നും പറഞ്ഞില്ല. മോള് പോകുന്ന കാര്യമോ ഇതിനെക്കുറിച്ചുള്ള ബാധ്യതകളോ ഇതിന്റെ വിഷയങ്ങളോ ഒന്നും സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ വിട്ട കേസല്ലേ. ഞങ്ങൾ ഇറങ്ങി സിറ്റ് ഔട്ടിൽ വരുമ്പോൾ അവർ ചോദിച്ചു, സാറാ പോകുന്ന കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ല, വേണ്ടാന്ന് വെച്ചു. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, 22 ലക്ഷം രൂപ ബാങ്കിൽ ഷോ മണി കാണിക്കണം, ഒരിക്കലും നമ്മളെ കൊണ്ട് നടക്കത്തില്ല, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അവർ 1/2 മിനിറ്റ് 30 സെക്കൻഡ് അത്രയും പോലും എടുത്തില്ല. അവർ അന്യോന്യം കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു, ആ ഒരു കാര്യത്തിലാണെങ്കിൽ മോളെ അയക്കാതിരിക്കേണ്ട, അത്രയും പൈസ ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. എന്റെ പ്രിയര്, 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ അത്ര എമൗണ്ട് അവിടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ട് കൊടുത്തു. എന്റെ പ്രിയ, ദൈവം എത്ര നല്ലവരാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാള്, നമ്മുടെ വഴിയേക്കാള് ദൈവം എത്ര ശ്രേഷ്ഠനാണ്. ആഗ്രഹിക്കുന്നവരെ ആത്മാക്കളെ തൃപ്തിപ്പെടുകയും അതിനുശേഷമുള്ള കാര്യാദികളെ മുടക്കം വരാതെ വണ്ണം നടത്തി തരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു, കനിഞ്ഞു. ഇത്രത്തോളം ദൈവം അനുവദിച്ചാൽ 11-ാം തീയതി അവിടെ ഹയർ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം UK പോവുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്താൽ, കർത്താവിന്റെ കാര്യം നോക്കിയാൽ, നമ്മുടെ കാര്യം കർത്താവ് നോക്കാതിരിക്കും. ജീവിതത്തിന്റെ അനുഭവങ്ങൾ എണ്ണി പറഞ്ഞാൽ ഒത്തിരിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ ദൈവം നടത്തിയ വഴികളൊക്കെ ഓർത്താലെ കൊണ്ട്, ദൈവം തന്ന ദാനമായ എന്റെ കുഞ്ഞെന്നുള്ളതെങ്കിൽ അവൻ പോറ്റുവാൻ, കർത്താവ് പോറ്റുവാൻ സർവശക്തനാണ്. എത്രയോ അത്ഭുതമായ വഴിയിൽ കൂടെ ദൈവം നടത്തിയെന്നറിയാം. ഞാൻ എന്റെ കുഞ്ഞിന്റെ BSc നേഴ്സിനുള്ള പഠനത്തിൽ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഭവനത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവദാസനെ, സഹോദര, ഞാൻ ഒരാളോട് പറഞ്ഞാൽ അവർ തരുന്ന പൈസ താങ്കൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. കുഞ്ഞിന്റെ വിദ്യാഭ്യാസമുള്ളത് എന്റെ വീട്ടിൽ വന്നൊരു സന്ധ്യയിൽ ഞങ്ങൾ ഈ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ ക്യാൻസൽ ചെയ്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിരിക്കുമ്പോൾ അവർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടില്ല, അവരോട് പറഞ്ഞിട്ടില്ല, ഈ സംഭവം അറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഈ കാശില്ലെന്ന് അറിയത്തില്ല, കാശുണ്ടെന്നും അറിയത്തില്ല. പക്ഷെ അവർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ സ്വീകരിക്കും? എന്റെ പ്രിയരെയ, 3 വർഷം, 4-ൽ 3 വർഷം ആ പ്രിയപ്പെട്ടവർ പറഞ്ഞ വ്യക്തിയിൽ കൂടെ കർത്താവ് എന്റെ കുഞ്ഞിന് പഠിക്കാനുള്ള അവസരം. ദൈവത്ര വിശ്വസ്തനാണ്, ദൈവത്ര നല്ലവനാണ്. കരയുന്ന കാക്കയ്ക്ക് കുഞ്ഞിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ദൈവം നടത്തിയ വഴികളെ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ.
ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കുഴപ്പമില്ലാത്ത ജീവിതം പത്യോപദേശത്തിൽ കൂടെ ചെറുകാലം പ്രായത്തിൽ പോയി. കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ കൊടുത്തു. കർത്താവിനെ മാനിച്ചു. ദൈവഹിത പ്രകാരമൊക്കെ പ്രവർത്തിപ്പാൻ, അപ്പോൾ തന്നെ എളിയവരെ താങ്ങുവാൻ, എന്നോടൊപ്പം നിൽക്കുന്നവരോട് ചേർന്ന് കർത്താവിന്റെ വേലയ്ക്കൊക്കെ ചെയ്യാൻ. എങ്കിലും ഞാൻ പറഞ്ഞ കുടുംബത്തിനകത്ത് വന്ന അസ്വസ്ഥതകൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ വേല ചെയ്യാനുള്ളതാണ്. കർത്താവിന്റെ വേല ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ പ്രതികൂലം. നീ പെന്തക്കോസ്തിൽ ജനിച്ചാലും ശരി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാലും ശരി, എനിക്കൊരു ദൗത്യം ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. എന്നെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ഞാനത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. ലോകം നോക്കുമ്പോൾ ഉന്നതമായ കുഴപ്പമില്ലാത്ത ഒരു ജോലി, 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഫെസിലിറ്റികളുണ്ട്, ലോകത്തിലെ ഉന്നതന്മാരുടെ കൂടെ നിൽക്കാനുള്ള അവസരമുണ്ട്. അവൻ അനേക, എടുത്തു പറയാനാണെങ്കിൽ ലോകത്തിലെ അനേക ഉന്നതന്മാര്, അനേക റിലേഷൻഷിപ്പ് എനിക്ക് ദോഹയിൽ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ജോലി ഒന്ന് മാറി ഒന്ന് നോക്കാനെ കൊണ്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് അവിടെയുള്ളതായ ഒരു ഷെയ്ഖിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ചേഞ്ച് വേണം. അദ്ദേഹം അവിടെയുള്ള ഉന്നതനായ ഒരു അവിടുത്തെ കുടുംബത്തിൽ പിറന്ന, രാജകുടുംബത്തിൽ പിറന്ന മനുഷ്യനാണ്. ഭയങ്കര വ്യവസായ സ്ഥാപനമുള്ള മനുഷ്യനാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഞാനുമായിട്ട് ഭയങ്കര റിലേഷനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോസഫ്, നീ എന്തിനാ ജോലി ചെയ്യുന്നത്? ഞാൻ നിനക്ക് വിസ തരാം. അതിനുശേഷമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടായത്. കാരണം ഞാൻ ചെന്നതിന് ശേഷം അവിടെ അന്നുണ്ടായിരുന്നത് തുലവും കുറവായ സൂപ്പർ മാർക്കറ്റുകളാണ്, ചെറിയ സൂപ്പർ മാർക്കറ്റുകളാണ്. 94 എന്നോട് പറഞ്ഞു, 1 ബില്യൺ റിയാൽ ഞാൻ നിനക്ക് സൂപ്പർ മാർക്കറ്റ് തരാമെന്ന് പറഞ്ഞു. നീ അത് ഉത്തരവാദിത്തപ്പെട്ട് ചെയ്തു, നിനക്ക് ഇന്ത്യൻ വിസ ഞാൻ തരാം. പക്ഷെ ഞാൻ പ്രിയ, എന്റെ ഹൃദയത്തിനകത്ത് എന്റെ കസിനുമായിട്ട് സംസാരിച്ചു, ഇത്രയും വലിയൊരു ഭാരിച്ച ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനുള്ള ശേഷി ഞങ്ങൾ പുള്ളിയോട് ആലോചിച്ചു, സർ, ഒരു 50,000 റിയാൽ, അന്നത്തെ കാലത്ത് 50,000 റിയാൽ സ്റ്റേഷനറി ലൈബ്രറിയുടെ ഒരു പ്രസ്ഥാനം ഞങ്ങൾ തുടങ്ങാം. ഓഫീസ് സംബന്ധമായിട്ടുള്ള ഒരു ഓഫീസ്, ഒരു ചെറിയ വണ്ടി, അന്ന് ഫാക്സ് മെഷീൻ, മൊബൈലൊന്നും ഇല്ല ആ സമയത്ത് അധികം. ഏറ്റവും ടോപ്പ് ആൾക്കാർക്ക് മൊബൈലുള്ളൂ, മോട്ടറോളയുടെ ഒക്കെ. ഇന്ന് മൊബൈൽ സുലഭം. ഫാക്സ് മെഷീനും അന്ന് പേജറാണ്, ബ്ലീപ്പാ, പേജർ, ഈ സിസ്റ്റമാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്കൊരു ചെറിയ, അയാൾ പറഞ്ഞു, നോ, എന്റെ CR നമ്പർ, എന്റെ പേരിന് ഞാൻ അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. നിനക്ക് ചെയ്യാമെങ്കിൽ ഞാൻ നിനക്കൊരു സൂപ്പർ മാർക്കറ്റ് നീ കൺട്രോൾ ചെയ്തു. പിന്നത്തേതിൽ ഞാൻ മനസ്സിലാക്കി, ഇതൊന്നും അല്ല ദൈവത്തിന്റെ എന്നെ കുറിച്ച് ആഗ്രഹിച്ച പദ്ധതി. ആംബെ എന്നുള്ള പ്രസ്ഥാനം, ആംബെ പ്രസ്ഥാനം, അതിന്റെ ഉന്നതനായ മനുഷ്യൻ, അതിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന മനുഷ്യൻ. അന്ന് ഷെൽട്ടറിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഗസ്റ്റായിട്ട് വന്ന്, ഞാൻ അന്ന് റിക്രിയേഷൻ റിസപ്ഷനിൽ ഇരിക്കുക. അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ ലാസ്റ്റിൽ ഏകദേശം കുറെ ദിവസം ഉണ്ടായിരുന്നു ഹോട്ടലിൽ. അദ്ദേഹം ഉണ്ടായിരുന്നു, എന്നോട് വന്നിട്ട് പറഞ്ഞു, അന്ന് ഇന്ത്യയിൽ ആംബെയുടെ പ്രസ്ഥാനം തുടങ്ങിയിട്ടില്ല. എന്നോട് പറഞ്ഞു, ജോസഫ്, ഞാൻ നിന്നെ കണ്ടിരിക്കാം, നിനക്ക് അതിന് കഴിയും. നിനക്ക് ഡൽഹിയിൽ ഞാൻ വേണ്ടതായ ക്രമീകരണങ്ങൾ, നിനക്ക് വീട്, വാഹനം, ഇന്ത്യയുടെ നേതൃനിരയിൽ നീ നിൽക്കണം, നിന്നെ കൊണ്ട് പറ്റുമോ ചോദിച്ചു. പ്രിയരെ, 1 മാസം ഞങ്ങൾ വേറെ ഹോട്ടലിന്റെ ലോബിയിൽ പോയിരുന്നിട്ട് ഞാൻ എന്റെ കസ്റ്റമറോട് സംസാരിച്ചു. എനിക്ക് നിരന്തരം സ്പീഡ് പോസ്റ്റ് ലെറ്റർ വരും. ഞാൻ അവസാനം അയാളോട് പറഞ്ഞു, സോറി സാർ, ഞാൻ ആ ജോബ് ഏറ്റെടുക്കത്തില്ല. ഞാൻ പിന്നത്തേതിൽ മനസ്സിലാക്കി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ, എനിക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് ഇല്ല പ്രിയരെ. വിദ്യാഭ്യാസം കൊണ്ടല്ല, കഴിവ് എനിക്ക് പറയാനില്ല, പക്ഷെ എന്തോ ദൈവകൃപയാല് ഒരുപാട് പേരുമായിട്ട് വ്യക്തിബന്ധങ്ങളും, ഒത്തിരി പേരെ ദോഹയിൽ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ, അപ്പോൾ തന്നെ വിസ എടുത്തു കൊടുക്കാൻ ഇമിഗ്രേഷൻ ഓഫീസറുമായിട്ട്, അവിടുത്തെ മിനിസ്റ്റേഴ്സുമായിട്ട്, ഉന്നത നിലവാരം പുലർത്തുന്നവരുമായിട്ട് ഒക്കെയുള്ള ഇടപെടലുകൾ ദൈവം എനിക്ക് അവസരം തന്നു. പക്ഷെ അവിടെയല്ല എന്നെ ദൈവം ഉറപ്പിച്ചത്. വലിയ ബിസിനസിന്റെ സാമ്രാട്ടോ സ്ഥാപനം നമുക്കറിയാവുന്ന മലയാളികളൊക്കെ ഉണ്ട്, ആ തലത്തിലൊക്കെ ആ രീതിയിലായിരുന്നെങ്കിൽ പോകാൻ എന്റെ ജീവിതത്തിൽ. പക്ഷെ അവിടെയല്ല ദൈവം നോക്കിയത്. നിന്നെ അയക്കുന്നിടത്ത് ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് കർത്താവിന്റെ വേല ചെയ്താൽ മതി. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ പോറ്റാൻ ഞാൻ ശക്തനാണ്. നീ കരുതലേക്കാൾ അപ്പുറമായിട്ട് നല്ലൊരു പിതാവായ ദൈവം പോറ്റുവാൻ ശക്തനാണ്. അത് അനുഭവിച്ച അറിയുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവാത്മാവിനോട് കേട്ടത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയോ? നിനക്ക് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് പോരായോ? ഇതിനപ്പുറത്തോട്ട് വേണോ? ഇന്ന് വരെ ഞാൻ ദൈവസന്നിധി വന്ന് സുവിശേഷ വിലയ്ക്ക് തീരുമാനം എടുത്തപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പട്ടിണി കിടക്കേണ്ടി വന്നാലും കടം ചോദിക്കാനിടയാക്കല്ലേ. കാരണം എനിക്കൊന്നും അറിയാം, പട്ടിണി കിടന്നാലും പോറ്റുവാൻ സർവശക്തനാണ്. ആ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. എന്റെ പ്രിയരെ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ നോക്കിക്കഴിയുമ്പോൾ, പുറകോട്ട് നോക്കുമ്പോൾ, കൃപയാൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഇത്രത്തോളം ആദരിച്ചു. പലവിധമായ കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഒത്തിരി ജീവിതത്തിന്റെ അനുഭവങ്ങൾ എടുത്തു പറഞ്ഞാൽ ഇനിയും അധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ. എത്ര സമ്പാദിക്കാൻ നോക്കിയാലും സമ്പാദ്യം നടക്കത്തില്ല. ഒരു ഓട്ടപാത്രത്തിലിട്ട പോലെ ചോർന്നു പോകുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു, വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ മരുന്ന്, ഡോക്ടർ മരുന്ന്, കിട്ടുന്ന പൈസ. ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു. അന്ന് പോലും ജീവിതത്തിനകത്ത് സമാധാനം, സന്തോഷം, സ്വസ്ഥത,
അനുഗ്രഹം, ജീവിതത്തിൽ വിടുതല്, എങ്ങോട്ട് യാത്ര ചെയ്യണം ദൈവത്തിന്റെ ഹിതപ്രകാരം അത് അനുഭവിച്ചറിയുവാൻ എന്റെ കുടുംബത്തെ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകരെ, ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില്, നിങ്ങളുടെ ജീവിതത്തില് ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ദൈവസ്ഥനെ വിശ്വസിക്കുകയാണ്. ഈ സാക്ഷ്യം പറയുവാൻ കർത്താവിന്റെ ദാസനെ നിർബന്ധിച്ചപ്പോൾ ദൈവസ്ഥൻ ഞാൻ ആലോചിച്ച് ചോദിച്ചു, കർത്താവെ, എന്റേതായിട്ടൊരു വാക്ക് പോലും പറയാതെ ദൈവമഹത്വമുള്ളത് മാത്രം പറയണം, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങയുടെ നാമം ഇവിടെ മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ ചില ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഇന്ന് രാവിലെ ഈ സമയം വേദനയോടോ ഭാരത്തോടോ പ്രതികൂലത്തിലോ രോഗത്തിലോ ക്ഷീണത്തിലോ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ചാരിക്കോ. യോഹന്നാൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു. ആ മാറോട് ചാരിയിരുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ പോയിട്ടും അവിടെ കൈവിടാതെ വണ്ണം നിലനിർത്തിയത് ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് പോലെ എനിക്ക് പറയാൻ കഴിയും, ധൈര്യത്തോടെ ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്നത്, ഇതുവരെ ആക്കിയത്, ഹാലിൽ തലമുറയായി ഞങ്ങളെ കരുതിയ ദൈവം, ആ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിയും. അത്രമാത്രം ദൈവം ഞങ്ങളെ സ്നേഹിച്ചു. ഇന്ന് പോലെ ഈ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മാത്രം ഞങ്ങൾ മഹത്വമാകുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന് സമയം അനുവദിച്ച പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുകളോടും അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയെ അറിയിക്കുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയതായ അത്ഭുതകരമായ അനുഭവങ്ങൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവീയ ഇടപെടലുകൾ അത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവീയ ഇടപെടലുകൾ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ അതിൽ പരം ശ്രേഷ്ഠകരമായ ഒരു അനുഭവം ഈ ഭൂമിയിൽ, ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഇല്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യക്ഷവും പരോക്ഷവുമായി, അത് അടുത്തും അകലെയുമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പലപ്പോഴും മനുഷ്യൻ അത് തിരിച്ചറിയുവാൻ കഴിയാതെ, അത് മനസ്സിലാക്കുവാൻ കഴിയാതെ കുരുട്ട് കണ്ണുകളുള്ളവരായി അവർ ഈ ലോകത്ത് ജീവിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദയനീയമായി ഒരവസ്ഥയിലൂടെയാണ് ഈ ജനമൊക്കെയും പോകുന്നത്. അല്ലെങ്കിൽ തപ്പിത്തടയുക, സത്യത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി, ജീവന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി അവർ എങ്ങോട്ടൊന്നില്ലാതെ, ലക്ഷ്യമില്ലാതെ അവർ യാത്രയാകുക. എന്നാൽ ഈ പ്രകൃതിയിൽ നമ്മളായിരിക്കുന്ന ഇടത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സാഹചര്യങ്ങളും ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ, നമ്മളോട് ചേർന്നിരിക്കുവാൻ, നമ്മളോട് അടുത്തിടപഴകുവാനുള്ള അവസരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ഈ എൻ്റെ മകൻ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ, ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് സുബോധം വരുന്നത്, കണ്ണു തുറക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും ഞാനായിരിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുകയും നമ്മൾ മാനസാന്തരത്തിലേക്ക്, മടങ്ങി വരവിലേക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകുവാൻ, കർത്താവേ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളതായ ആ ഒരു ബോധം നമുക്കുണ്ടാകുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും പല വ്യക്തികളെക്കുറിച്ചും നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹാഗാർ ഒരിക്കൽ പറഞ്ഞു, എന്നെ കാണുന്നവൻ, ആമേൻ, അവൻ എന്നെ ഇവിടെയും കാണുന്നുവോ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. ഹാഗാർ ചിന്തിച്ചു, ആമേൻ, അവൾ മരുഭൂമിയിലായിരിക്കുമ്പോൾ അവളെ ആരും കാണുന്നില്ല. അവിടെ യജമാനായ അബ്രഹാം അല്ലെങ്കിൽ സാറ മാത്രമാണ് അവളെ ശ്രദ്ധിക്കുന്നത്, അല്ലെ അവിടെ ആയിരിക്കുമ്പോൾ മാത്രമാണ് ദൈവം അവളെ അറിയുന്നത്. അങ്ങനെയല്ല, എവിടെയായിരുന്നാലും, നാം എവിടെ പോയിരുന്നാലും നമ്മെ കാണുന്ന, നമ്മളെ അറിയുന്ന യാക്കോബ്, ആമേൻ, ആ രാത്രിയിൽ തൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ, തൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദരനെയും ആമ വിട്ടേച്ച് പോകുമ്പോൾ, രാത്രിയുടെ യാമങ്ങൾ കൂരിരുളിൻ്റെ നടുവിൽ ബഥേലിൽ, ആമേൻ, ആമേൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ആമേൻ, എന്നവിടെ അനുഭവിച്ചറിഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് താൻ അവിടെ കാണുവാനിടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം, ആമേനെ, കൂടെ ഇരിക്കുക.
പക്ഷെ നമ്മളതറിയുന്നു. നമ്മൾ അറിയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും. ആ മുടിയനായ പുത്രനെ കുറിച്ചൊക്കെ നമ്മൾ തിരുവെഴുത്തുകളിൽ വായിക്കുന്നു. അവന് അതുവരെ അവൻ്റേതായ കാഴ്ചപ്പാടിൽ, അവൻ്റേതായ അറിവിൽ, അവൻ്റേതായ ആ ഒരു നിലവാരത്തിൽ അവൻ ജീവിതം മുന്നോട്ട് നയിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവന് സുബോധം വന്നിട്ട് അവൻ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ അവൻ തീരുമാനമെടുത്ത് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ ഇതാണ്. ഞാൻ ഓർക്കുകയായിരുന്നു പ്രിയ കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആ ചെറുപ്പത്തിൽ തന്നെ ഒരു ദൈവവൈതലായി ഒരു ദൈവവൈതലിൻ്റെ കുടുംബത്തിൽ, ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെട്ടു. എങ്കിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അത് മനസ്സിലാക്കി ആ പദ്ധതിയിലേക്ക് വരുവാൻ വേണ്ടി കാലങ്ങൾ മുന്നോട്ട് കടന്നു പോകേണ്ടി വന്നു. എന്നാൽ അതിന് തയ്യാറായപ്പോൾ, അതിനുവേണ്ടി ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഉന്നതമായ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ പദവികൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ധനം, ലോകപ്രകാരമുള്ള പിടിപാടുകൾ, സ്വാധീനങ്ങൾ എല്ലാം വേണ്ടെന്ന് വെച്ച്, എല്ലാം ഉപേക്ഷിച്ച് അല്ല, അതിനേക്കാൾ ഏറ്റവും നല്ലത് എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരികയും അതെല്ലാം പൗലോസ് അപ്പോസ്തലൻ ഉപേക്ഷിച്ചതുപോലെ ചപ്പും ചവറുമെന്ന് എണ്ണി ക്രിസ്തുവിനോടുകൂടിയുള്ള, ക്രിസ്തുവിൻ്റെ കൂടെയുള്ളതായ കൂട്ടായ്മ, മോശ പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തോട്, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, ദൈവജനത്തോട് ചേർന്നിരിക്കുവാൻ ഉള്ള ആ ഒരു സമർപ്പണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു ദൈവ പൈതൽ ആയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ളതായ ദൈവീയ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് വരുവാൻ തക്കമുടിയായിത്തീരുന്നു. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസഫ് പാസ്റ്ററുടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതാനുഭവം ഞാൻ മനസ്സിലാക്കുന്നു പല പ്രിയപ്പെട്ടവർക്കും അരോമ ടിവിയുടെ പല പ്രേക്ഷകർക്കും ഈ സത്യം കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഒരു പക്ഷെങ്കിൽ ഒന്ന് സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകും. ചില പ്രിയപ്പെട്ടവരെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളുടെയൊക്കെ പിന്നിൽ എന്താണെന്നുള്ളൊരു ചോദ്യം ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കുവാനും, കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി ചെവി ചായ്ക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തെ തിരിച്ചുവിടുവാൻ, ദൈവീയ പദ്ധതിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്നാൽ ഈ സാക്ഷ്യം കൊണ്ട് ഞങ്ങൾ ധന്യമായി. സ്തോത്രം. ഈ ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾ ധന്യമായി. സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ അടുക്കളയിൽ, അതല്ല, നിങ്ങളൊരു പക്ഷേ രോഗിയായിരിക്കാം, രോഗക്കിടക്കയിൽ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ജപ്തി നടപടികൾ, ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് വീടിൻ്റെ വാതിൽക്കൽ ഒട്ടിച്ചിട്ട് കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ, ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ടവര്, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവര്, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവര്, എല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലി ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അതുപോലെ കടബാധ്യതകള്, പല പകർച്ചവ്യാധികള്, ശാപം, പല വിധത്തിലുള്ളതായ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുമ്പോൾ, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒരേ ഒരു വ്യക്തിക്കുമാണ്. സ്തോത്രം. ആമേൻ. ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്ന പരിപാടിയല്ല, എല്ലാ ആവശ്യത്തിന് വേണ്ടിയും ഒരൊറ്റ ദൈവം. ആമേൻ. ഒറ്റ പരിഹാരകൻ, ഒറ്റ ഉത്തരം, കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിന് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതിയെ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിയുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. നിങ്ങളായിരിക്കുന്നിടത്ത് മുഴങ്കാലുകളെ മടക്കൂ, ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് പകരൂ, കരങ്ങളെ ഉയർത്തി, കർത്താവേ,
ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങൻ്റെ കരങ്ങളെ കാണുന്നല്ലോ, അങ്ങൻ്റെ ഉള്ളങ്ങളെ കാണുന്നല്ലോ, അങ്ങൻ്റെ ചിന്താഗതികളെ അറിയുന്നല്ലോ. ആമേൻ, അങ്ങ് എന്നെ ആമേനെ ഒന്ന് തിരുത്തണമേ, എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെ മടക്കി വരുത്തണമേ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളെ ഫലമേൽപ്പിക്കും. ആര് പ്രാർത്ഥിക്കും? ആര് ഞങ്ങളെ ശ്രവിക്കുന്നു? ആര് ഞങ്ങളെ ആമേൻ കേൾക്കുന്നു? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അനുഗ്രഹിച്ച് കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസഫ് പാസ്റ്റർ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. വിശേഷാൽ അരോമ ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്കൊരു പ്രചോദനമായി തീരുവാൻ വിശേഷാൽ പാസ്റ്റർ ഡാനിയൽ ജോൺ അവരുടെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ഗുജറാത്തിന്റെ പ്രദേശത്ത് കർത്താവിന് വേലയോട് ബന്ധമായിരിക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണ്. അനേകരുടെ ജീവിതാനുഭവങ്ങൾ കൂടെ ദൈവം ചെയ്ത നന്മകളെ, വിടുതലുകളെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് ഒരു അനുഗ്രഹമായി തീരണം. പ്രത്യാശയറ്റവര്, ക്ഷീണിച്ചിരിക്കുന്നവര്, മടുത്തുപോയെന്ന് പറഞ്ഞവര്, വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് പോയി പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ. ഈ ചാനൽ കൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ തകർന്നു നുറുകിയുള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, അടിയനിതാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നേരത്ത് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പോൾ തന്നെ കർത്താവ് ഇതൊരു അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീർന്നു. എന്നെ തൊട്ടെന്നെ അനുഗ്രഹിച്ച ഞങ്ങളുടെ കുടുംബജീവിതത്തെ മാനിച്ച, ഞങ്ങളുടെ തലമുറയെ മാനിച്ച, ഞങ്ങൾ ചിന്തിക്കുന്നതിനെ കളപ്പുറമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി കരുതിയൊരു കർത്താവ്, എന്റെ പ്രിയരെ അടിയങ്ങള് ഒരുമിച്ച് ഞങ്ങളുടെ ദാസനും അടിയനും കർത്താവെ ഇതിൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരുടെ വിഷയത്തെ തൊട്ട് അവർക്ക് വേണ്ടി മറുപടി ദൈവം നൽകണം. അങ്ങ് മറുപടി കൊടുത്തു എന്നുള്ളതായ വാർത്ത കേൾക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ കൂടെ മഹത്വപ്പെടണം. പിതാവേ, ദൈവമേ, അങ്ങയുടെ കരം വെളിപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച ആമേൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് സാമുവൽ അവറുകളോട് കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെ ശുശ്രൂഷാ മണ്ഡലങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ശക്തമായി പിന്നെ ഉപയോഗിക്കട്ടെ. അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com